നമുക്കിനി രാവിലെയിൽ ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ഒരുപാട് വാർത്തകളുണ്ട്. പ്രധാനമായും വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ് ഇന്നും കൂടുതൽ പ്രാധാന്യമുള്ളത്. നമുക്ക് ആ തലക്കെട്ടുകളിലേക്ക് ഒന്ന് പോകാം. വയനാട്ടിലെ ആളെത്തീനി കടുവയ്ക്കായി തെരച്ചിൽ. കണ്ടെത്താൻ ഡ്രോൺ പറത്തി കൂട് സ്ഥാപിച്ച RRT സംഘം. മയക്കുവെടി വെക്കാൻ ഡോക്ടർ അരുൺ സഖറിയയും പഞ്ചാരക്കൊല്ലിയിൽ. രാധയുടെ സംസ്കാരം ഇന്ന് മാനന്തവാടിയിൽ. ഹർത്താലും നിരോധനാജ്ഞയും. കാട്ടാനക്കിടറ്റിൽ വീണ മലപ്പുറം ഊർങ്ങാട്ടിരിയിലെ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച വനവകുപ്പ്. തീരുമാനം മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ. KPCC പുനഃസംഘടനാ ചർച്ച അന്തിമമാക്കാൻ ഇന്ന് നിർണായക യോഗം. കെ സുധാകരനെ KC വേണുഗോപാൽ കാണും. കൂടിക്കാഴ്ച കണ്ണൂരിലെ സുധാകരന്റെ വീട്ടിൽ. VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് ഇന്ന് കണ്ണൂർ കരുവഞ്ചാലിൽ തുടക്കം. CPM ഭരിക്കുന്ന നേമം സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം കിട്ടാതായിട്ട് 7 മാസം. ഇന്ന് ബാങ്കിന്റെ മുന്നിൽ പട്ടിണിക്കഞ്ഞി സമരം. നേമം പോലീസിൽ പരാതി നൽകി 400ഓളം പേർ. മാടായി കോളേജിന് പിന്നാലെ പയ്യന്നൂർ കോളേജിലും നിയമന വിവാദം. CPM ബന്ധമുള്ളയാൾക്ക് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. പ്രതിസന്ധിയായി കണ്ണൂർ DCC നേതൃത്വം. റിപ്പബ്ലിക് ദിനാഘോഷ ഒരുക്കങ്ങളിൽ രാജ്യം. നാളത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ 10,000ഓളം അതിഥികൾ. മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയന്റോ. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 ഇന്ന് ചെന്നൈയിൽ. രവി ബിഷ്ണോയിക്ക് പകരം മുഹമ്മദ് ഷമി ഇറങ്ങും. നമുക്ക് വിശദമായി തന്നെ വാർത്തകളിലേക്ക് കടന്നാൽ ആദ്യം വയനാട്ടിലേക്കാണ്. ഇന്നലെ അവിടെ പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാരുടെ ഞെട്ടൽ. നരഭോജി കടുവയുടെ ആളെ കൊന്നു ഭക്ഷിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും സംഘവും മാനന്തവാടിയിൽ എത്തിയിട്ടുണ്ട്. മരിച്ച രാധയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാരം വീട്ടുവളപ്പിലാണ് ഉണ്ടാവുക. ഇന്ന് മാനന്തവാടി നഗരസഭാ പരിധിയിൽ UDFും SDPIയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കടുവ ആക്രമണം നടന്ന സ്ഥലത്ത് RRT സംഘം കൂടും സ്ഥാപിച്ചു. ഡ്രോൺ പരിശോധന നടത്തി. തെർമൽ ഡ്രോണും മറ്റും ഏറ്റവും ആധുനിക സംവിധാനങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് ശേഷവും അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് സൂചന. നാട്ടുകാർ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. അത് ഇവിടുന്ന് ബോഡി കിടന്ന സ്ഥലത്തോട്ട് പോയത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അവിടുന്ന് ഈ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു കടുവ. കിടക്കുന്ന ഒരു ഗർജനം കേട്ടു. നമ്മളത് കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സൗണ്ടും കൂടെ കേട്ടിട്ട് നമുക്ക് മുമ്പിൽ പോയ ആൾ നമുക്ക് തൊട്ട് മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരു 10 മീറ്റർ അകലേ ഉള്ളൂ. അവിടെ കിടക്കുമായിരുന്നു. അന്ന് എണീറ്റിട്ട് മെല്ലെ മേലോട്ട് നടന്നു പോയി. മുമ്പിൽ പോയ ആൾ കടുവ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഓടിയപ്പോൾ ഞാനവിടെ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടി ഇവിടെ വന്ന് ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു അവിടെ ഉണ്ട് സാധനം കണ്ടു. അങ്ങനെ അവർ വിളിച്ചെന്ന് തോന്നുന്നു. ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടിട്ട് നടന്നു പോയത് മെല്ലെ നടന്ന് മാറി. അതിലും കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഓടിയായിരുന്നു. പിന്നെ അത് പോകുന്നത് നോക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളതിനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 മീറ്റർ അങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ ഓടിപ്പോകുന്നു. വലിയ വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ നിന്ന് പോയിട്ടില്ല. എന്തായാലും ഈ കാട്ടിൽ തന്നെ ഉണ്ട് സാധനം. അത്ര അടുത്തുണ്ട്. ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ തന്നെ ആ സാധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ സംഭവം നടന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിട്ടു അല്ലേ? ഇപ്പം ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. 3 മണിക്ക് ശേഷമായിരുന്നു കണ്ടത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വനംവകുപ്പിന്റെ എല്ലാ ശ്രമങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് പരമാവധി എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. RRT സംഘത്തിന്റെ തിരച്ചിൽ ഈ വനത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലും സൂചനകളുണ്ടോ ഈ കടുവ എവിടെയാണ് എന്നതിനെക്കുറിച്ച്?
രഞ്ജിത്ത്, ഇപ്പോഴും കൃത്യമായ സൂചനകളില്ല എന്നാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വനപാലക സംഘം ആ കാട് പൂർണ്ണമായും അരിച്ചുപെറുക്കിയിരുന്നു. കാട്ടിനുള്ളിൽ ക്യാമറ ട്രാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മൃതദേഹം കണ്ടതിന് തൊട്ടടുത്തായി ഈ കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടുന്നതിനുള്ള അല്ലെങ്കിൽ കെണിയിലാക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ കടുവ ഒരു ഇരയെ ആക്രമിച്ച് ഒരു സ്ഥലത്ത് കൊന്നിട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവിടേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രവണത കാണിക്കും. നേരത്തെ മുള്ളൻകൊല്ലിലടക്കം പുൽപ്പള്ളിയിലടക്കം ഇക്കാര്യം നമ്മൾ കണ്ടതാണ്. ആടുകളെ, വളർത്തു മൃഗങ്ങളെ ആക്രമിച്ച ശേഷം കൊന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആ സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്ന ഒരു പ്രവണത കാട്ടിയിരുന്നു. അതുകൊണ്ട് കടുവയുടെ ഒരു പൊതു സ്വഭാവമാണിത്. ഈ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി എത്തും എന്നൊരു കണക്കൂട്ടിലാണ് അധികൃതർക്കുള്ളത്. ഇന്നലെ തന്നെ ഈ രാവിലെയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെങ്കിൽ വൈകുന്നേരം 3 മണിയോടെ വീണ്ടും ഈ പ്രദേശത്തേക്ക് കടുവ എത്തുകയും അവിടേക്ക് എത്തിയ ആളുകൾ കടുവയുടെ സാന്നിധ്യം കാട്ടിൽ തിരിച്ചറിയുകയും കടുവയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ആ ഭാഗത്തേക്ക് തന്നെ കടുവ എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. ക്യാമറ ട്രാപ്പുകളൊക്കെ ഓരോ മണിക്കൂർ ഇടവിട്ടൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. ഈ ക്യാമറ ട്രാപ്പിൽ ഈ കടുവ പതിഞ്ഞിട്ടുണ്ടോ? കടുവ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കടുവയെ തിരിച്ചറിയാൻ കഴിയും. കാരണം ഏത് മേഖലയിൽപ്പെട്ട കടുവയാണ്? കേരളത്തിന്റെ വനമേഖലയിൽ സാധാരണയായി കാണപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വയനാടൻ മേഖലകളിൽ സാധാരണയായി കാണപ്പെട്ടിരുന്ന കടുവയാണോ അതോ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കടുവയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ അപകടനം ചെയ്തു വരികയാണ്. എന്തായാലും 2 തരത്തിലാണ് കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നത്. ഒന്ന്, കൂടുവെച്ച് ജീവനോടെ പിടികൂടുകയാണെങ്കിൽ പിന്നീട് ഈ കടുവയിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അടക്കം മാറ്റി പിന്നീട് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുന്നതിനുള്ള നീക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഈ കടുവയെ മയക്കുവെടി വെച്ചോ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് രണ്ടും പര്യാപ്തമാവില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടും നടക്കില്ലെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ മാർഗം വെടിവെച്ച് കടുവയെ കൊല്ലുക എന്ന മാർഗത്തിലേക്ക് തിരിയും. നരഭോജികളായ മൃഗങ്ങളെ കൊല്ലുന്നതിനും വന്യജീവി നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ ഉപയോഗിച്ചാണ് ഇന്നലെ സംസ്ഥാന സർക്കാർ ഈ നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗത്യന്തരമില്ലാതെ വന്നാൽ ആ വകുപ്പ് ഉപയോഗിക്കുന്നതിനെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയുണ്ട്. വെറ്റിനറി ഡോക്ടറായ അരുൺ സക്കറി അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ സ്ഥലത്ത് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ കാട്ടിലേക്ക് പുറപ്പെടുകയും കാട്ടിൽ വെച്ച് ഈ കടുവയെ കാണുകയാണെങ്കിൽ വെടിവെക്കാനുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മറുവശത്ത് അല്പസമയത്തിനകം രാധയുടെ ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിരുന്നു. 11 മണിയോടുകൂടി വീട്ടിൽ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ അവിടേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നുണ്ട്. മന്ത്രിയും കളക്ടറും അടക്കമുള്ള ആളുകൾ ഇന്നലെ വീട്ടിലെത്തി നഷ്ടപരിഹാര തുകയായ 11 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നുവെങ്കിലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. മന്ത്രി അടക്കമുള്ളവർ നിരന്തരമായ ചർച്ചകൾ നടത്തിയാണ് ജനക്കൂട്ടത്തെ ആശ്വസിപ്പിച്ചത്, ജനക്കൂട്ടത്തെ സമാധാനത്തിലാക്കിയത്. അതിനുശേഷമാണ് മൃതദേഹം എടുക്കാൻ അവർ സമ്മതിച്ചത്. ഇന്നിപ്പോൾ UDF-ഉം SDPയും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലാണ് മാനന്തവാടിയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ. എന്തായാലും കാര്യങ്ങളൊക്കെ സമാധാനപരമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്നത് ഈ കടുവയുടെ സാന്നിധ്യം കാട്ടിലുണ്ട് എന്നത് തന്നെയാണ്. വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടുവ എത്തുമോ എന്നതാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ തെരച്ചിലും ഈ കെണിയിൽപ്പെടുത്താനുള്ള ഒരു നീക്കങ്ങളും നടക്കുന്നുമുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വനംവകുപ്പിന്റെ ഊർജിതമായ ശ്രമങ്ങളുണ്ട്. ഈ കുടുംബം, രാധയുടെ കുടുംബത്തിന് ഇന്നലെ 5 ലക്ഷം രൂപ പ്രാഥമികമായ സഹായം നൽകിയിരുന്നല്ലോ അനീഷ്. അവർക്ക് 11 ലക്ഷം രൂപയാണ് മുഴുവൻ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ മന്ത്രി OR കേളുവിനൊക്കെ എതിരെ വലിയ പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധം തണുപ്പിക്കണം, അവർക്ക് സ്വൈരജീവിതം വേണം. കാരണം കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് പുറത്തിറങ്ങണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, പ്രായമായവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരൊന്ന് സമാധാനിപ്പിക്കാനായി, ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നതിനായി വനംവകുപ്പ് ഏതൊക്കെ തരത്തിൽ നീങ്ങുന്നുണ്ട്. ഇതിലിപ്പോൾ വനംവകുപ്പിന്റെ ശ്രമങ്ങളിലും ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കങ്ങളിലുമൊക്കെ ഇവർക്ക് തൃപ്തിയുണ്ടോ അതോ ആശങ്കയിൽ തന്നെയാണോ ഈ നാട്ടുകാർ? ഇന്നലെ നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ നിലവിൽ സർക്കാർ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ വനംവകുപ്പ് കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങളിൽ കുടുംബത്തിന് തൃപ്തിയുണ്ട്. കാരണം അവർ 2-3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതാണ്. കാരണം ജനവാസ മേഖലകളിലേക്ക് ഈ കടുവ വീണ്ടും ഇറങ്ങിയാൽ അത് മറ്റൊരു ആപത്തിലേക്ക് കാര്യങ്ങൾ നയിക്കും. ഒപ്പം ഈ ജീവിത മാർഗത്തിനായി പലർക്കും ഈ കാടിനോട് ചേർന്ന പ്രദേശങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്.
കാപ്പിത്തോട്ടങ്ങളിലെ വിളവെടുപ്പ് കാലമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ആളുകൾക്ക് സ്വസ്ഥതയായി സ്വൈര്യമായി കാടുകളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനുവേണ്ടി തന്നെ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന ഇടങ്ങളിൽ ഈ കടുവയും ആനയും ഒക്കെ ഇറങ്ങാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ പട്രോളിംഗ് വനംവകുപ്പ് ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കടുവ ഈ സ്ഥലത്ത് ഇറങ്ങിയിരിക്കുന്ന പ്രിയദർശിനി എസ്റ്റേറ്റിനടുത്ത് എത്തിയിരിക്കുന്ന കടുവ ഒരുപക്ഷെ വീണ്ടും ജനവാസ മേഖലകളിൽ അത് ഇതേ സ്ഥലത്തായിരിക്കണമെന്നില്ല, പക്ഷേ ചുറ്റുപാടുള്ള മേഖലകളിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. നമ്മൾ നേരത്തെ പുൽപ്പള്ളിയിലൊക്കെ കണ്ട് അമരക്കുഞ്ഞി മേഖലയിൽ ഇറങ്ങിയ കടുവയും ഒരേ മേഖലയിൽ തന്നെ ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരാഴ്ചയോളം അതിന്റെ സ്വൈര്യവിഹാരം നടത്തിയത്. പകൽക്കാലങ്ങളിൽ ഈ ഡ്രോണുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും പലപ്പോഴും ഈ കടുവയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിലാണ് പലപ്പോഴും ഇരപിടിക്കാനായി ഇറങ്ങുകയും തെർമൽ ഡ്രോണുകളിൽ ഇവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റോട് ചേർന്ന സമീപ പ്രദേശങ്ങളിൽ തന്നെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് വനവകുപ്പിനുള്ളത്. അതുതന്നെയാണ് നാട്ടുകാരെ വലിയ ആശങ്കയിലാക്കുന്നത്. പലർക്കും തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് അവരുടെ ജീവിത സന്ധാരണ മാർഗത്തിനായി പുറത്തേക്ക് ഇറങ്ങേണ്ടവരാണ്. പക്ഷേ ഈ കടുവ പേടിയിൽ നിലയുറപ്പിച്ചാൽ അവർക്ക് അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് കുടുംബം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനമായ ആവശ്യം, അല്ലെങ്കിൽ നാട്ടുകാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനമായ ആവശ്യം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നൊരു ആവശ്യമാണ്. ഈ കടുവയെ പിടികൂടി കാട്ടിലേക്ക് അയച്ചാലും വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ഈ മനുഷ്യ ജീവൻ എടുത്ത അല്ലെങ്കിൽ നരഭോജിയായ കടുവ വീണ്ടും അത്തരത്തിലുള്ള രീതികൾ തന്നെ ആവർത്തിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യമാണ് അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചത്. വലിയ പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ ഈ തീരുമാനം അംഗീകരിക്കുകയും അതിനായി ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് കുടുംബത്തിനുള്ള നഷ്ടപരിഹാരമാണ്. അത് നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി കടുവയുടെയും കാട്ടാനയുടെയും ഒക്കെ ആക്രമണത്തിൽ പെടുന്നവർക്ക് സർക്കാരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാര തുക നൽകുന്നുണ്ട്. നേരത്തെ ഈ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുന്നതിൽ വലിയ കാലവിളംബം ഉണ്ടായെങ്കിൽ ഇപ്പോൾ കാലതാമസമില്ലാതെ തന്നെ അത് നൽകുന്നുണ്ട്. 15 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൽ 5 ലക്ഷം രൂപ ഇന്നലെ തന്നെ കളക്ടറും മന്ത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും രാധയുടെ വീട്ടിലെത്തി ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ഒപ്പം ഈ രാധയുടെ 2 മക്കളുണ്ട്, അവരിലൊരാൾക്കൊരു ജോലി നൽകുന്നതിനുള്ള കാര്യത്തിലും തത്വത്തിൽ തീരുമാനമായിരുന്നു. അങ്ങനെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിലാണ് ഇന്നലെ പ്രതിഷേധം ഒഴിവായത്. അതുകൊണ്ട് തന്നെ കുടുംബം തൃപ്തരാണ് എന്നാണ് നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. അനുബന്ധ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. മൃതശരീരം അല്പസമയത്തിനുള്ളിൽ ബന്ധുക്കൾക്ക് വിട്ട് നൽകും. പിന്നീട് പ്രിയദർശിനി എസ്റ്റേറ്റിനടുത്തുള്ള ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകളടക്കം നടക്കും. എന്തായാലും രാവിലെ ഈ ഒരു ശ്രദ്ധ സംസ്കാര ചടങ്ങുകളിലേക്കും മറ്റും ആയിരിക്കും. പക്ഷേ മറുവശത്ത് വനംവകുപ്പ് കാട്ടിനുള്ളിൽ ഊർജിതമായ തെരച്ചിൽ കടുവയ്ക്കായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ പ്രദേശത്ത് ആളുകളുടെ ഭീതിയുണ്ട്. RRT സംഘത്തിന് തിരച്ചിലുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ഇപ്പോൾ രാവിലെയും കാര്യമായ തിരച്ചിൽ ആരംഭിക്കും. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ സാധാരണ ഈ കടുവകൾ ഇത്തരത്തിൽ മനുഷ്യനെയോ മൃഗങ്ങളെയോ ഒക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് വീണ്ടും എത്തുക ഒരു പതിവാണ്. ആ പ്രതീക്ഷയിൽ ആയിരുന്നു നമ്മുടെ RRT സംഘവും വനവകുപ്പുമൊക്കെ. അങ്ങനെ വന്നാൽ കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിൽ കുറച്ചുകൂടി വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വെടിവെച്ച് കൊലപ്പെടുത്താം എന്നുള്ള പ്രധാന തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തെർമൽ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. വെറ്റിനറി സർജൻ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൗത്യ സംഘം ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ കൂടിയുണ്ട്. ഇന്നാണ് രാധയുടെ മൃതദേഹം സംസ്കരിക്കുക. രാവിലെ 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ഹർത്താലും UDF-ഉം ആഹ്വാനം ചെയ്ത പശ്ചാത്തലം ഉണ്ട്. വൈത്തിരിയിലും ഇന്നലെ രാത്രി മാനന്തവാടിക്ക് പിന്നാലെ വൈത്തിരിയിലും കടുവയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ നമുക്കറിയാം രാത്രിയിലും നിരീക്ഷണം തുടർന്ന സാഹചര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതുവരെ ഈ ഡ്രോൺ പരിശോധന എന്നുള്ളത് അനീഷ് ഏറ്റവും ആധുനികമായ ഒരു മാർഗമാണ്. പക്ഷേ ഡ്രോൺ പരിശോധനയിൽ ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നമുക്ക് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡ്രോൺ പരിശോധനയിൽ ദൃശ്യങ്ങൾ വ്യക്തമല്ല. തെർമൽ ഡ്രോൺ എന്നൊക്കെ പറയുമ്പോൾ സമീപത്തെങ്ങാനും സാന്നിധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ക്യാമറ കണ്ണുകളിൽ പെടേണ്ടതാണ്. അത്തരം പുതിയ വിവരങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
പക്ഷേ രഞ്ജിത്ത്, അതാണ് ഈ കാട്ടിനുള്ളിലായതുകൊണ്ട് ഡ്രോൺ പരിശോധനയൊക്കെ എത്രമാത്രം ഫലപ്രദമായി നടക്കുമെന്ന സംശയമുണ്ട്. കാരണം ഈ നാട്ടുപ്രദേശത്ത് നേരത്തെ ഈ അമരക്കുനിയിൽ കടുവ ഇറങ്ങിയപ്പോൾ നാട്ടുപ്രദേശത്താണ് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുക. അതായത് പൂർണ്ണമായും ഇടതൂർന്ന വനങ്ങളോ അല്ലെങ്കിൽ വലിയ ഉയരമുള്ള മരങ്ങളോ ഒന്നുമില്ലാത്ത തുറസായ സ്ഥലങ്ങൾ പലപ്പോഴും ഉണ്ടാവും, പാടങ്ങളുണ്ടാവും, ആളുകളുടെ പുരയിടങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ടാവും. പക്ഷേ കാട്ടിലാവുമ്പോൾ ഇടതൂർന്ന വനമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ഈ രാധയെ കടുവ കൊന്ന സ്ഥലത്തിനുള്ളിലേക്ക് പോകുന്ന ഇടം വലിയ കാടാണ്. അതുകൊണ്ട് കാട്ടിനുള്ളിൽ ഇലച്ചാർത്തുകൾക്കിടയിലും മരങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ചെറിയ പാറകെട്ടുകൾക്കൊക്കെ ഇടയിലുമൊക്കെയാണ് കടുവ ഉള്ളതെങ്കിൽ അതിന്റെ സാന്നിധ്യം കൃത്യമായി ഈ ഡ്രോണുകളിൽ തിരിച്ചറിയാൻ കഴിയില്ല. പ്രത്യേകിച്ചും പകൽ നേരങ്ങളിൽ നടത്തുന്ന പരിശോധനകളിൽ കണ്ടെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരുപക്ഷെ ഈ ശരീരത്തിന്റെ ഊഷ്മാവ് അടിസ്ഥാനപ്പെടുത്തിയാണ് തെർമൽ ഡ്രോണുകളുടെ പ്രവർത്തനം. അതുകൊണ്ട് തെർമൽ ഡ്രോണിന്റെ സിഗ്നലുകൾ ഒരുപക്ഷെ ലഭിക്കാനുള്ള സാധ്യതകളും പറയുന്നു. അങ്ങനെ വരുമ്പോഴും ഈ പാറക്കെട്ടുകൾക്കുള്ളിലൊക്കെ ആണെങ്കിൽ ആ ഒരു തെർമൽ ഡ്രോണിനും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ രണ്ട് മാർഗങ്ങളും ഇന്നലെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു, രാത്രി തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം ഏത് കടുവയാണ് ഇതെന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മുടെ വനമേഖലകളിൽ വിഹരിക്കുന്ന ഈ പക്മാർക്കും മറ്റുമൊക്കെ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നേരത്തെ ഈ കടുവയുമായി ബന്ധപ്പെട്ട സർവേയിലൊക്കെ തെളിഞ്ഞിരിക്കുന്ന കടുവയാണോ അതോ വനമേഖലയിൽ മറ്റിടങ്ങളിൽ നിന്നും ഈ കേരളത്തിന്റെ കാടുകളിലേക്ക് എത്തിയ കടുവയാണോ എന്നടക്കമുള്ള പരിശോധനകൾ നടത്തണം. നേരത്തെ ഈ അമരക്കുനി മേഖലയിൽ ഭീതി പടർത്തിയ കടുവ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും, അതായത് കർണാടകത്തിന്റെ മേഖലയിൽ നിന്നും എത്തിയ കടുവയാണ് എന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു. നമ്മുടെ മേഖലകളിലുള്ള കടുവകളെക്കുറിച്ചുള്ള കൃത്യമായ സർവേയും സെൻസസ് നടപടികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വിവിധ മേഖലകളിൽ വയനാടിന്റെ തന്നെ വിവിധ മേഖലകളിൽ കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ പലപ്പോഴും ഈ കടുവകളുടെ ദൃശ്യമുണ്ട്. ഈ കടുവകൾ ഈ ക്യാമറയിൽ പതിയുമ്പോഴും ഒരേ കടുവയാണോ ആവർത്തിച്ച് പതിയുന്നതെന്ന് അറിയാനുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. ഈ കടുവയുടെ ശരീരത്തുള്ള ഈ വരകൾ, ഒപ്പം ഈ വരകളുടെ കാലപ്പഴക്കം, ഈ നിറവ്യത്യാസം എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കടുവകളെ. അതാണ് സാഹചര്യം. ഏതായാലും അവിടെ നിരീക്ഷണമുണ്ട്, വനംവകുപ്പ് കാര്യമായി തന്നെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ഭീതി അത് പൂർണ്ണമായി മാറ്റാനായിട്ടില്ല എന്നതൊരു പ്രശ്നമാണ്. കടുവ വീണ്ടും തിരിച്ചു വരുമോ, ആക്രമണങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ള വല്ലാത്ത ഭീതി ആ മേഖലയിലുള്ളവർക്കുണ്ട്. ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ അത് എങ്ങനെ എന്ന കാര്യത്തിൽ നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല. കാരണം കാട് മുഴുവൻ നാടായ പശ്ചാത്തലമുണ്ട്. കാട്ടിനുള്ളിൽ ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൃത്യമായി കിട്ടാത്ത സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അവർ വിശക്കുമ്പോൾ പുറത്തിറങ്ങും, ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് പാലക്കാട്ട് നിന്നാണ്. പാലക്കാട് വാദ്യാർ ചള്ളയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. പരിക്കേറ്റ വിജയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ആനകൾ ഇറങ്ങിയത് നോക്കാൻ പോയപ്പോഴാണ് സംഭവമുണ്ടായത്. പുലർച്ചെ 4:45 സംഭവം. ഈ മേഖല, ഈ വാളയാർ മേഖലയൊക്കെ ആദ്യമായല്ല കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ഒരുപാട് ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു മേഖല കൂടിയാണ് ഇത്. നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണങ്ങളിലേക്ക്. പാടത്ത് ആന രാത്രിയായി ശല്യങ്ങളായിട്ട് വന്നിട്ട് നമ്മൾ ആട്ടി വിട്ട സമയത്ത് പോയിട്ട് വെട്ടാൻ വന്നിട്ട് നമ്മളെ ആക്രമിച്ചതാണ്. അനിയനാണ് വിജയൻ. എത്ര മണിക്ക് സംഭവം? ഒരു പുലർച്ചെ 4 മണി 3:30 സമയത്താണ്. 2-3 തവണ വന്നത്. നൈറ്റ് ഫുള്ളായിട്ട് 2-3 തവണ വന്നതാണ്. നമ്മൾ മുറുക്കി വിട്ടതാണ്. പിന്നെ അത് തിരിച്ച് കൃഷി സ്ഥലത്ത് വരികയാണ്. ഇത് 3 എണ്ണം ഉണ്ടായത്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, നേരത്തെ പറഞ്ഞ പോലെ ഈ വാളയാർ മേഖല, പാലക്കാട് വാദ്യാർ ചള്ള, അത് വാളയാർ മേഖലയുമായി ചേർന്നുള്ള പ്രദേശമാണ്. അത് കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിൽ പലതവണ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ഒരു പ്രതികരണം, വികാരമൊക്കെ? വല്ലാത്ത ഭീതിയിലാണ് വീണ്ടും അവരൊക്കെ. അതാണ് രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് പാലക്കാട് വാദ്യാർ ചള്ളിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പുലർച്ചയോടുകൂടി ശബ്ദം കേട്ടാണ് ഈ പരിക്കേറ്റ വിജയനും അദ്ദേഹത്തിന്റെ സഹോദരനും വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. ഇവരുടെ വീടിന് സമീപത്തായി തന്നെയാണ് അവരുടെ കൃഷിയിടവും ഉള്ളത്. അവിടെ 3 ആനകളാണ് ഈ പുലർച്ചെ സമയം തമ്പടിച്ചിരുന്നത്. ഇതിൽ ഈ ആനകളെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഇത് വിജയനെ തിരിച്ചോടിക്കുകയായിരുന്നു. അദ്ദേഹം വീണു. അദ്ദേഹത്തിന് സാരമായി തന്നെ പരിക്കേറ്റു. ആനയുടെ ചവിട്ടേറ്റു. അദ്ദേഹത്തിന്റെ അരയ്ക്കും കാലിനുമൊക്കെ നല്ല പരിക്കുണ്ട്. ഒപ്പം കഴുത്തിനും പരിക്കുണ്ട്. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്.
ശരീരത്തിൽ നിറയെ ചതവുകളാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യക്ഷത്തിൽ പരിക്കുകൾ കാണാനില്ലെങ്കിലും ഉള്ളിലാണ് പരിക്ക് ഏറെയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നമ്മൾ കുറച്ചു മുൻപ് കേട്ടത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വാക്കുകളായിരുന്നു. അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്നു. സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ വാദ്യാർചള്ളി. ഇവിടുത്തെ മനുഷ്യരുടെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. കുറെ ദിവസമായി ഈ മേഖലയിൽ കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ട്. തുരത്താൻ ഇറങ്ങവെയാണ് ഇന്ന് വിജയന് അപകടം പറ്റിയത്. ഇതോടുകൂടി ഈ മേഖലയിലുള്ളവർ തന്നെ ശരിക്കും ഭീതിയിലാണ്. വനം വകുപ്പിനൊക്കെ വനംവകുപ്പ് കൃത്യമായി ഈ ഒരു സമയത്തൊക്കെ എത്തിപ്പെടുന്നതിനും ബുദ്ധിമുട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ സംഭവം. ഏതായാലും പരിക്കേറ്റ വിജയൻ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഗുരുതരമല്ല, എന്നാലും കാര്യമായ പരിക്കുണ്ട്. ഇപ്പോൾ പാർവതി, ഈ കാട്ടാനകളെ തുരത്താനായോ അവിടെ മറ്റെന്തെങ്കിലും നിരീക്ഷണമുണ്ടോ? നമുക്ക് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വനംവകുപ്പൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇടപെടുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ? നാട്ടുകാർ പുലർച്ചെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ വിജയനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്തിയിരുന്നു. ആനകളെ തുരത്താനായി ശ്രമം നടക്കുന്നുണ്ട്. സ്വാഭാവികമായി തന്നെ നമുക്കറിയാം, രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ടും ഈ വന്യമൃഗങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലടക്കം എത്തുന്നത്. അപ്പോൾ ഈ ആനകളെ ഈ പകൽ സമയം മിക്കപ്പോഴും ഒക്കെ കാട് കയറി പോകാറുമുണ്ട്. വനംവകുപ്പ് പ്രദേശത്തുണ്ട്. നാട്ടുകാർ പ്രതിഷേധിച്ചു. കൃത്യമായി ഇപ്പോൾ വനംവകുപ്പ് ഏതായാലും പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, പാർവതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വാളയാറിന് സമീപമാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഒരു കർഷകന് കാര്യമായി പരിക്കുണ്ട് എന്നുള്ളതാണ്. ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിക്കാൻ വന്നപ്പോൾ ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിനിടയിലാണ് ആന കർഷകന് നേരെ തിരിയുകയും ആക്രമിക്കുകയും ചെയ്തത്. കാര്യമായ പരിക്കുണ്ട്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കൃഷി നടത്തുന്ന ഉപജീവനത്തിനായി കൃഷിയിടത്തിലേക്കൊക്കെ ഇറങ്ങുന്ന കർഷകരെ സ്ഥിരമായി ഇത്തരം കാട്ടാനകൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരവസ്ഥയുമാണ് ഈ മേഖലയിൽ. മറ്റു വാർത്തയിലേക്ക് പോയാൽ, ഇന്നലെ നമ്മൾ മലപ്പുറം ഊർങ്ങാട്ടേരിയിലെ കാഴ്ച കണ്ടതാണ്. അവിടെ കിണറ്റിൽ ഒരു കാട്ടാന വീണിരുന്നു. വലിയ ശ്രമത്തിനൊടുവിൽ ഈ കാട്ടാനയെ പുറത്തേക്ക് കയറ്റി. അതിനുശേഷം കർഷകർ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം, നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. അവർ വനവകുപ്പുമായി ചർച്ച നടത്തി. മലപ്പുറം കളക്ടറേറ്റിലാണ് വനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തത്. തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും വനവകുപ്പ് തീരുമാനിച്ചു. ആനയെ കിണറ്റിൽ നിന്നും കയറ്റുവാൻ നാട്ടുകാർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അവയെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ നടപടി. വനം വകുപ്പ് ഫണ്ടിൽ 7.5 കിലോമീറ്റർ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടത്തും. പ്രദേശവാസികളുടെ സഹായത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ സഹായത്തോടെ ഫെൻസിംഗ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും. കാട് കയറ്റിയ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി 2 കുങ്കിയാനകൾ ഉപയോഗിച്ച് പട്രോളിംഗ് നടത്തും. കുങ്കിയാന അവിടെ വെച്ച പട്രോളിംഗ് ആണ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു കുങ്കി പട്രോളിംഗ്, ഒരു കൺഫ്രണ്ടേഷൻ ലെവലാണ് കുങ്കി പട്രോളിംഗ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ സജ്ജമായ മെഡിക്കൽ ടീമോട് കൂടി മയക്കുവെടി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാരടക്കം സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ കുങ്കിയാനയെ അവിടെ നിർത്തിയത്. കൃഷികൾ ഇൻഷുറൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ജനരോഷം അതിശക്തമായ സാഹചര്യത്തിലാണ് വനംവകുപ്പ് നടപടി. കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷമാക്കാനും തീരുമാനിച്ചു. കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു. അത് ചെയ്തു തരാനുള്ള ഏറ്റവും എളുപ്പമായ, ഏറ്റവും വേഗതയാർന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു. ആന വീണ കിണറിന്റെ ഉടമയായ കൂരംകല്ലിൽ സണ്ണിക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ കൈമാറി. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, നിലമ്പൂർ നോർത്ത് DFOP കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ, ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് അംഗം, കാർഷിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നിരന്തരം കാടിറങ്ങുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങൾ. കാർഷിക വിളകളും വ്യാപകമായി നശിപ്പിക്കുന്നു ആനകളൊക്കെ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായേക്കാണ്. എന്നും മൃഗങ്ങളെ ചാന, അതുപോലെ പന്നി, മാൻ, മറ്റു മൃഗങ്ങളായാലും വന്ന് വളരെ ബുദ്ധിമുട്ട്, ഉപദ്രവമാണ് ഞങ്ങൾക്ക് ചെയ്യണേ. എല്ലാ വന്യമൃഗങ്ങളും ഉള്ള ഒരു മേഖല തന്നെയാണ്.
ആടിനെ വളർത്തുകയാണെങ്കിൽ പുലി പിടിക്കും, ചെന്നായ പിടിക്കും. അതുപോലെ കോഴിയെ വളർത്തുകയാണെങ്കിലും ഇതുപോലെ കാട്ടുപൂച്ചയും മറ്റ് സാധനങ്ങളൊക്കെ പിടിക്കും. ഇവരെല്ലാം പറയുന്നത് അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള ജനങ്ങളുടെ ജീവിതമാണ്. വീട്ടുമുറ്റത്ത് പോലും ഏതു നിമിഷവും കാട്ടാന എത്തിപ്പെടാവുന്ന അവസ്ഥ. തെങ്ങിൽ ചുറ്റിയിരിക്കുന്ന ഈ മുള്ളുകമ്പി ആനയെ പ്രതിരോധിക്കാനാണ്. ഇല്ലായെങ്കിൽ തെങ്ങ് മറിച്ചിടുന്നത് വീടിന് മുകളിലേക്കായിരിക്കും. ഒരർത്ഥത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടം ഇല്ലെങ്കിൽ കാട്ടാനകൾ ഏതു സമയവും നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ്. തോട്ടം പകൽ പോലും ഇവരുടെ വിഹാര കേന്ദ്രമാണ്. അതിന്റെ നേർചിത്രമാണ് കുത്തിമറിച്ചിട്ടിരിക്കുന്ന എണ്ണപ്പനകൾ. എണ്ണപ്പനത്തോട്ടത്തിലാണ് പ്രധാനമായിട്ടും കാട്ടാനകൾ തമ്പടിക്കുന്ന സ്ഥലം. എണ്ണപ്പനത്തോട്ടമാണ്. അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെ ചാലക്കുടി പുഴയുടെ ഇരുവശങ്ങളിലും എണ്ണപ്പനത്തോട്ടമാണ് കൂടുതലുള്ളത്. ഈ പ്രദേശത്ത് എണ്ണപ്പന കുത്തിമറിച്ചിട്ട് തിന്നുന്നതുകൊണ്ട് മാത്രമാണ് ജനവാസ മേഖലയിലേക്ക് രൂക്ഷമായ കാട്ടാന ശല്യത്തിന് ഒരു കുറവ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് പതിയെ ജനവാസ മേഖലയിൽ ഇറങ്ങിയും കൃഷി വ്യാപകമായിട്ട് നശിക്കുന്ന സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ കാട്ടാനയെ ചികിത്സിച്ച് തിരിച്ചയച്ചെങ്കിലും പൂർണ്ണമായും കാട് കയറിയിട്ടില്ല. വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഈ മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ DCC നമുക്കറിയാം, നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതാണ്. കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരൊക്കെ DCCക്കെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഒരു നിയമന വിവാദം കണ്ണൂർ DCCയെ കുരുക്കിലാക്കിയിരിക്കുകയാണ്. മാടായി കോളേജിലെ നിയമന വിവാദം ഉണ്ടാക്കിയ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങും മുൻപാണ് പയ്യന്നൂർ കോളേജിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത്. CPM ബന്ധമുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ KPCC ഉപസമിതിയുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് നേതൃത്വത്തെ വെട്ടിലാക്കി കോൺഗ്രസ് ഭരിക്കുന്ന പയ്യന്നൂർ കോളേജിലും പുതിയ നിയമന വിവാദം തലപൊക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരുകൾ തഴഞ്ഞുകൊണ്ട് ഇടത് ബന്ധമുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കോളേജ് മാനേജ്മെന്റ് പ്രസിഡന്റ് K. സുരേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞിരുന്നു. കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിന്റെ അറിവോടെയാണ് പയ്യന്നൂർ കോളേജിൽ വിവാദ നിയമനത്തിന് നീക്കം നടക്കുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. DCC നേതൃത്വം പക്ഷേ വിവാദങ്ങളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടിയാണ് തുടർച്ചയായി നിയമന വിഷയത്തിൽ ഉണ്ടാകുന്നതെന്നാണ് ആക്ഷേപം. അതേസമയം വിവാദം വഷളാകും മുമ്പ് പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്താൻ KPCC നേതൃത്വം DCC ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഇടതുപക്ഷവുമായി നേരിട്ട് രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നടക്കുന്ന കണ്ണൂരിൽ കോൺഗ്രസ് നേതാക്കൾക്ക് CPM ഉന്നതരുമായി രഹസ്യബന്ധമുണ്ടെന്ന വിമർശനം ഉയരുന്നതിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും കടുത്ത വിയോജിപ്പിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, കണ്ണൂർ പോലൊരു മേഖലയിൽ പ്രത്യേകിച്ചും നമുക്കറിയാം CPM-ഉം കോൺഗ്രസുമായുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും അത് പ്രവർത്തകരുടെ വല്ലാത്ത വികാരമുള്ള പാർട്ടി വികാരമൊക്കെയുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നത്. ചേരിയിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ നോമിനിയെ നിയമിക്കുക എന്നൊക്കെ ഉള്ളത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇങ്ങനെ തുടർച്ചയായി ഈ കണ്ണൂർ DCC വിവാദങ്ങളിൽ പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട പ്രാദേശികമായി തുടങ്ങിയ പ്രതിഷേധമാണ് പിന്നീട് വലിയ തരത്തിൽ MK രാഘവൻ MPയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്ന തരത്തിലേക്ക്, മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. അങ്ങനെ അത് നേതൃത്വത്തിന് മുഴുവൻ തലവേദനയായി മാറിയതോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉപസമിതിയെ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണം നടത്തുന്നതിന് വേണ്ടി KPCC നേതൃത്വം നിയോഗിച്ചത്. അവിടെ ഇരു വിഭാഗങ്ങളുമായി പ്രതിഷേധമുയർത്തിയവരുമായും അവിടെ നിയമനം ലഭിച്ചവരുമായി എല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൽ തന്നെ ഈ അർഹരായിട്ടുള്ള കോൺഗ്രസ് ബന്ധമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഉണ്ടായെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വിവാദങ്ങൾ കെട്ടടങ്ങി വരുന്നതിനിടയിലാണ് പയ്യന്നൂരിലും സമാനമായ തരത്തിൽ ഒരു നിയമന വിവാദം ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂർ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള പയ്യന്നൂർ കോളേജിൽ ഇതേ സമാനമായ തരത്തിൽ CPM ബന്ധമുള്ള ഉദ്യോഗാർത്ഥിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ
ഒഴിവാക്കിക്കൊണ്ട് തഴഞ്ഞുകൊണ്ട് നിയമനം കൊടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആ കോളേജ് മാനേജ്മെന്റിന്റെ പ്രസിഡന്റ് കൂടിയായ കെ സുരേഷ് കുമാറിനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. കണ്ണൂർ DCCക്കെതിരെയും വലിയ തരത്തിലുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് DCC അധ്യക്ഷന്റെയും നേതൃത്വത്തിന്റെയും അറിവോടെ തന്നെയാണ് ഈ നിയമനം നടക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. തുടർച്ചയായി ഇത്തരത്തിൽ നിയമനങ്ങൾ നൽകുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടിയാണ്. അതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് പ്രാദേശികമായി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ KPCC നേതൃത്വത്തിന് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. ഈ നിയമനം മരവിപ്പിക്കേണ്ടി വരും. അതല്ല എങ്കിൽ ഇത്തരം നിയമനം നൽകുമ്പോൾ KPCC കൂടെ ആ അംഗീകാരം നൽകേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുടർച്ചയായി ഈ നിയമനങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുകയും അത് DCC നേതൃത്വത്തിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് KPCC നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടേക്കുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അതാണ് സാഹചര്യം. ഏതായാലും തുടർച്ചയായി കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടിയിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഡാൻ കുര്യനാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. KPCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായി കണ്ണൂരിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും. നമുക്കറിയാം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ച. ഡാൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, സുധാകരൻ മാറിയാൽ ആര് എന്ന ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ. പക്ഷേ കൃത്യമായി തന്നെ ഡാൻ ഇന്നലെ പറഞ്ഞു സുധാകരനെ മാറ്റില്ല. കാരണം സുധാകരൻ പറഞ്ഞത് താൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ MP സ്ഥാനവും രാജിവെക്കും എന്നുള്ളതാണ്. തൽക്കാലം അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളാൻ നേതൃത്വം തയ്യാറായേക്കില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? KC വേണുഗോപാൽ എന്തൊക്കെയാകും സുധാകരനുമായി ചർച്ച നടത്തുക? ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് കെ സുധാകരൻ പുനഃസംഘടനാ നടപടികളിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരണമെന്ന നിലപാടിലായിരുന്നു. AK ആന്റണിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ഒപ്പമുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ സമ്മർദ്ദ നീക്കം ഫലം കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായി മാറുക പുനഃസംഘടനാ വിഷയം തന്നെയായിരിക്കും. പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തോടെ ഒഴിവ് വന്ന KPCC ട്രഷറർ സ്ഥാനം, അതോടൊപ്പം കാര്യക്ഷമമല്ലാത്ത KPCC ജനറൽ സെക്രട്ടറിമാർ, DCC അധ്യക്ഷന്മാർ തുടങ്ങിയവരെ മാറ്റിക്കൊണ്ട് DCC തലത്തിലും KPCC തലത്തിലും ഒരു പുനഃസംഘടനയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. അവിടെ വയനാട്, തൃശൂർ ജില്ലകളിൽ, പ്രത്യേകിച്ച് തൃശൂരിൽ 3 പേരുകൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. ജോസ് വള്ളൂരിന്റെ പേരും അതോടൊപ്പം തന്നെ അനിൽ അക്കര, അതോടൊപ്പം KPCCയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ, ഇവരിൽ ആരെങ്കിലും ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. വയനാട്ടിൽ ഈ DCC ട്രഷററുടെ ആത്മഹത്യയെ തുടർന്ന് ആരോപണ വിധേയനായ DCC അധ്യക്ഷൻ ND എപ്പച്ചനെ മാറ്റി പകരം പ്രാദേശിക നേതൃത്വത്തിന് സ്വീകാര്യനായ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കണമെന്നൊരു പൊതുവികാരമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ 8 അല്ലെങ്കിൽ അതിലധികമോ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. തീരുമാനം എങ്ങനെയാവണമെന്നത് ഹൈക്കമാൻഡിന്റെ തന്നെയായിരിക്കും. അതിന് മുന്നോടിയായിട്ടാണ് KPCC അധ്യക്ഷനുമായി KC വേണുഗോപാൽ കണ്ണൂരിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി സജ്ജമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേതൃത്വത്തിനിടയിലുള്ള അനൈക്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള ഒരു അസംതൃപ്തിയുണ്ട്. അത് ഹൈക്കമാൻഡ് നേതൃത്വത്തെ ദീപാദാസ് മുൻഷി തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ കൂടി KC വേണുഗോപാലുമായി K സുധാകരൻ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സുധാകരനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇന്ന് കണ്ണൂരിൽ നടക്കുന്നുണ്ട്. KC വേണുഗോപാൽ കണ്ണൂരിലുണ്ട്. അദ്ദേഹം കാണും, അതിനായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ മലയോര സമരയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച് ഫെബ്രുവരി 5-ന് തിരുവനന്തപുരം അമ്പൂരിയിലാണ് യാത്ര സമാപിക്കുക. ശ്രീനി ആലക്കോട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീനി, മലയോര യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്ഥാനത്തുടനീളം വന്യമൃഗശല്യം, വന്യമൃഗ ആക്രമണമൊക്കെ ചർച്ചയായ പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. വലിയ ചർച്ചയൊക്കെ നടന്നിരുന്നു. സതീശന്റെ യാത്ര ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകും? ഈ വന്യമൃഗശല്യമൊക്കെ അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെത്തി നാട്ടുകാരുടെ പരാതിയും മറ്റും കേൾക്കുമോ? രഞ്ജിത്ത്,
ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംസ്ഥാന ജാഥ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ കാസർഗോഡ് നിന്നാണ് ഇത്തരത്തിലുള്ള ജാഥകൾ ആരംഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റും അതുപോലെ തന്നെ മരണമടഞ്ഞും ഉള്ള കർഷകന്റെ മണ്ണിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ജാഥ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ K സുധാകരനാണ് അധ്യക്ഷത വഹിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി കരുവഞ്ചാൽ പാലത്തിന് സമീപത്ത് വെച്ച് സംസ്ഥാന ദേശീയ നേതാക്കളെ പ്രവർത്തകർ ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷം വേദിക്ക് മുന്നിൽ ഈ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റും വന്യമൃഗ ആക്രമണത്തിൽ മരണമടഞ്ഞ കർഷകരുടെ ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ഇവർ വേദിയിലേക്ക് പ്രവേശിക്കുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇന്ന് ഈ കരുവഞ്ചാലിലെത്തും. ഇത്തരത്തിൽ ഈ ജാഥ നാളെ പ്രചരണ പരിപാടിയില്ല. മറ്റന്നാൾ ഇരിട്ടി കീഴ്പള്ളിയിലും തുടർന്ന് കൊട്ടിയൂരും നടത്തുന്ന സ്വീകരണത്തിന് ശേഷം മാനന്തവാടിയിലേക്കാണ് പോവുക. രഞ്ജിത്ത്, അതാണ് സതീഷിന്റെ യാത്ര. മലയോര മേഖലകളിൽ കൂടിയുള്ള ഈ വന്യമൃഗശല്യമൊക്കെ വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ ഈ യാത്രയ്ക്ക് പ്രസക്തി ഏറെയുണ്ട്. ശ്രീനി ആലക്കോടാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് കൂടുതൽ വാർത്തകൾ, നിരവധി വാർത്തകൾ പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നു. വനം വകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പന്റെ ഭാര്യ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത്. ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ അമ്മായിയാണ് മരിച്ച രാധ. പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോൾ ആയിരുന്നു കടുവ ആക്രമിച്ചത്. നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. കേന്ദ്ര ചട്ടപ്രകാരം രൂപീകരിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വെടിവെച്ചു കൊല്ലാൻ ആണ് അനുമതി. കടുവയ്ക്ക് വേണ്ടി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സ്ഥലത്ത് RRT സംഘം കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുന്നുണ്ട്. പഞ്ചാരക്കൊല്ലി മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വയനാട്ടിലേക്ക് എത്തും. കടുവയുടെ ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മന്ത്രി OR കേളുവിനെ പ്രദേശവാസികൾ തടഞ്ഞുവെച്ചു. മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കാതെയായിരുന്നു പ്രതിഷേധം. കടുവയെ വെടിവെക്കാമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കടുവ കൊന്ന രാധയുടെ വീട്ടിലെത്തിയ കളക്ടറെയും നാട്ടുകാർ തടഞ്ഞു. രാവിലെ സംഭവം നടന്നിട്ട് വൈകിട്ടാണ് എത്തിയത് എന്നായിരുന്നു ആക്ഷേപം. മന്ത്രി OR കേളു ഇടപെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി. മന്ത്രിയും കളക്ടറും രാധയുടെ വീട്ടിലെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തരമായി കൈമാറി. വയനാട് കൽപ്പറ്റ എടപ്പെട്ടിയിൽ കാട്ടുപോത്ത് ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയായിരുന്നു വാർത്തകൾ തുടരുകയാണ്. CPM നിയന്ത്രണത്തിലുള്ള നേമം സഹകരണ ബാങ്കിൽ കഴിഞ്ഞ 7 മാസമായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് നിക്ഷേപ കൂട്ടായ്മയുടെ പട്ടിണി കഞ്ഞി സമരം നടക്കും. 400ഓളം പേർ നേമം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സമരം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ നടപടി വൈകുന്നതിനാലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അയോധ്യയിലേക്ക് ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസമാണ് 23-നാണ് അയോധ്യയുടെ പ്രതിഷ്ഠാ വാർഷികം നടന്നത്. അയോധ്യയിൽ നിരവധി കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രിക് ഓട്ടോകളെക്കുറിച്ച്, അയോധ്യയുടെ നിരത്തിലൊക്കെ ഇലക്ട്രിക് ഓട്ടോകളുടെ വലിയ ഒരു സാന്നിധ്യമുണ്ട്. അവിടെ മറ്റു വാഹനങ്ങളൊന്നും കാര്യമായി അനുവദിക്കുന്നില്ല. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ നിരത്തുകൾ കീഴടക്കിയതോടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടരുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന സൈക്കിൾ റിക്ഷാക്കാർ അവരുടെ വേദനകളിലൂടെ. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങും മുൻപേ അയോധ്യയുടെ ഭാഗമായവരാണ് ഈ സൈക്കിൾ റിക്ഷാക്കാർ. പതിറ്റാണ്ടുകളായി നീളുന്ന രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റങ്ങൾക്കും സാക്ഷിയായവർ. ഇന്ന് അവർ വികസനത്തിനൊപ്പമില്ല. മാറ്റങ്ങളെ അമ്പരപ്പോടെ കാണാനേ അവർക്കാകുന്നുള്ളൂ. जो बैटरी रिक्शा चल रहे हैं इसी वजह से कमाई डाउन हो गई सब। बेकार चल रहा है बहुत जी, सवारी नहीं मिल रही है। क्यों?
सरकारी गाड़ी का आगे सरकारी गाड़ी के आगे सवारी नहीं मिल रही है। हम 70 साल से काम करते, 2 रुपया रिक्शा चलाए ना, 10 रुपया होता है बाबूजी, नमक 1 रुपया खाते रहे ना। आज गरीब आदमी बुढ़े के मारे कोई हमका सवारी नहीं मिलती है। रिक्शा चलाए 40 किलो गाड़ी है। ननकू यादव गद्दोपुरी निवासी हैं। നിലേഷ് താക്കൂറിനും ഭൂപീന്ദർ ഗാഡിയയ്ക്കുമൊക്കെ അയോധ്യയുടെ വികസനം എന്നത് പേടി സ്വപ്നമാണ്. മോട്ടോർ വാഹനങ്ങൾ മാറി ഇലക്ട്രിക് വാഹനങ്ങൾ കടന്നു വന്നപ്പോൾ ഉള്ള പണി നഷ്ടമായി. പതിറ്റാണ്ടുകളായി പിന്തുടർന്നു വന്ന ജോലി ഉപേക്ഷിക്കാൻ മനസ്സുവരാത്തവർ മാത്രമാണ് സൈക്കിൾ റിക്ഷാക്കാരായി ഇപ്പോൾ നഗരത്തിലുള്ളത്. ആയിരക്കണക്കിന് സൈക്കിൾ റിക്ഷകൾ ഉള്ള നഗരത്തിൽ ഇപ്പോൾ അത് ചുരുങ്ങി 50ഓ 60ഓ ആയി മാറി. വികസനത്തിന്റെ മറ്റൊരു കാഴ്ച കൂടിയാണിത്. ആയിരക്കണക്കിന് റിക്ഷാ സർവീസുകൾ, ഈ സൈക്കിൾ റിക്ഷകൾ ഉണ്ടായിരുന്ന ഒരു നഗരമെന്ന് പറയാൻ പറ്റില്ല, പണ്ടത്തെ അയോധ്യ എന്ന ഗ്രാമം. ഇപ്പോൾ ഈ റിക്ഷകൾ വന്നപ്പോൾ കുറഞ്ഞത് ഇത്തരം റിക്ഷകളാണ്, സൈക്കിൾ റിക്ഷകളാണ്. ഇവർക്ക് സവാരി കുറവാണ്. കൂടുതൽ ആളുകൾ ഈ റിക്ഷകളിലേക്ക് പോയപ്പോൾ പരമ്പരാഗതമായി ഈ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഇവരിൽ പലരും ഇപ്പോൾ പട്ടിണിയിലാണ് എന്നാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. ഫെബ്രുവരി 5 നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് സൗജന്യ വാഗ്ദാനങ്ങളിൽ മത്സരിക്കുകയാണ് 3 പാർട്ടികളും. ഇതിൽ ആരുടെ വാഗ്ദാനം ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിക്കും എന്നറിയാൻ വോട്ടെണ്ണുന്ന ഫെബ്രുവരി 8 വരെ കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ സൗജന്യങ്ങൾ നൽകുന്നത് ആര്? ഈ മത്സരമാണിപ്പോൾ ഡൽഹിയിൽ 3 പാർട്ടികളും തമ്മിൽ. സ്ത്രീകൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, പുരോഹിതർ. ഓരോ വിഭാഗത്തിന്റെയും വോട്ടുറപ്പിക്കാനായി സൗജന്യ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. തൊഴിൽരഹിതരായ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാസം 2100 രൂപ നൽകുന്ന മഹിളാ സമ്മാൻ യോജനയാണ് സ്ത്രീ വോട്ട് ലക്ഷ്യമിട്ടുള്ള ആപ്പിന്റെ തുറുപ്പ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് 2500 രൂപ BJP വാഗ്ദാനം ചെയ്യുന്നു. കോൺഗ്രസ് പ്യാരി ദീദി യോജന വഴി 2500 രൂപയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുന്ന ദളിത് വിദ്യാർത്ഥികളുടെ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആപ്പിന്റെ വാഗ്ദാനം. UPSC പരീക്ഷാ പരിശീലനത്തിന് ദളിത് ഉദ്യോഗാർത്ഥികൾക്ക് 15000 രൂപയാണ് BJP വാഗ്ദാനം. 1 വർഷത്തേക്ക് 8500 രൂപയുടെ അപ്രന്റീസ്ഷിപ്പാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ആപ്പ് ഉറപ്പ് നൽകുന്നു. 60 കഴിഞ്ഞവർക്കും 70 കഴിഞ്ഞവർക്കും 2500 രൂപയും 3000 രൂപയും പെൻഷനാണ് BJP വാഗ്ദാനം. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പെൺമക്കളുടെ വിവാഹത്തിന് 1 ലക്ഷം രൂപയും യൂണിഫോം വാങ്ങാൻ വർഷം 2 തവണ 2500 രൂപയും ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു. LPG സിലിണ്ടറിന് 500 രൂപ സബ്സിഡിയും 2 ഫ്രീ സിലിണ്ടറുമാണ് BJPയുടെ വാഗ്ദാനം. 500 രൂപയ്ക്ക് സിലിണ്ടറാണ് ഇതിനുള്ള കോൺഗ്രസിന്റെ മറുപടി. പുരോഹിതന്മാർക്ക് മാസം 18000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച ആപ്പിന്റെ വാഗ്ദാനമാണ് കിട്ടുന്ന തുകയിൽ ഏറ്റവും വലുത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പരിഷ്കാരങ്ങൾ അത് ലോകമെമ്പാടും വലിയ ചർച്ചയാണ്. പല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന പല പരിഷ്കാരങ്ങളിലേക്ക് പ്രസിഡന്റ് കടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അവിടുത്തെ പൗരത്വ നിയമമൊക്കെ ബന്ധപ്പെട്ട് കോടതിയുടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇതിനിടയിൽ ചർച്ചയ്ക്ക് വഴി തെളിയുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുൻകൈ എടുത്തില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പുടിന്റെ സൂചന അത് വളരെ സവിശേഷമായ ഒരു സാഹചര്യം ആ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ചുമതലയേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാക്കുപാലിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അടുത്ത ലക്ഷ്യം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കലാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റഷ്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ യുദ്ധം അവസാനിപ്പിക്കുക സാധ്യമല്ലെന്ന് പുടിൻ വ്യക്തമാക്കി. ചർച്ചയ്ക്ക് പിന്നിൽ പുടിന്റെ ലക്ഷ്യം യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആണവ നിരായുധീകരണ വിഷയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ദാവോസിൽ വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൽ പങ്കെടുത്ത ട്രംപ് ആഗോള എണ്ണവില കുറച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധവും എണ്ണവിലയുമായി ബന്ധമില്ലെന്നാണ് റഷ്യയുടെ മറുപടി. റഷ്യയുടെ അഭിപ്രായം കേൾക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്കു കാരണമെന്നും പ്രതികരണം. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പുടിന്റെ സൂചനയ്ക്ക് പിന്നിൽ ഭീഷണിക്കൊപ്പം ചർച്ചാ സാധ്യതയും തുറന്നിട്ട ട്രംപിന്റെ പ്രതികരണമാണെന്നും വിലയിരുത്തുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ച രാജ്യമാണ് റഷ്യയെന്നും പുടിനുമായി നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും പറഞ്ഞ ട്രംപ് പക്ഷേ യുദ്ധം തുടർന്നാൽ ഉപരോധത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാലാഖയല്ലെന്നുകൂടി ട്രംപ് പ്രതികരിച്ചു. ട്രംപിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഫലമാണ് ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നതെന്നും
നിരീക്ഷകർ കരുതുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഹമാസ് ബന്ദികളാക്കിയ 4 വനിതാ സൈനികരെ ഇന്ന് മോചിപ്പിക്കും. ഇസ്രായേൽ 200ഓളം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള അനുസരിച്ച് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 120 തടവുകാരെയും മറ്റ് 80 തടവുകാരെയും മോചിപ്പിക്കുമെന്നാണ് കരുതുന്നത്. കരാറിന്റെ ഭാഗമായി ഗസയിൽ നിന്ന് ബന്ദിയാക്കപ്പെടുന്ന ഓരോ വനിതാ സൈനികനും 50 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ബന്ദികളുടെ മോചനം നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെടിനിർത്തൽ ആ മേഖലയിലുണ്ട്. എങ്ങനെയുണ്ട്? സമാധാനപൂർണ്ണമാണോ കാര്യങ്ങൾ? ഈ കരാറുകൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ 4 സൈനികരുടെ പേരുകൾ അല്ലെങ്കിൽ ഇന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേരുകൾ പുറത്തുവിടണം എന്ന് കഴിഞ്ഞ ദിവസം ബെന്യാമിൻ നെതന്യാഹു വളരെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. അത് വൈകുന്നതിൽ അദ്ദേഹം ചെറിയ തോതിൽ ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും 4 പേരുടെ പേരുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. 4 സൈനിക ഉദ്യോഗസ്ഥന്മാർ, അതായത് കറീന, ഡാനില, അതുപോലെ നമാം, ലിറി എന്നിങ്ങനെ 4 സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇസ്രായേൽ പ്രധാനമായും മറ്റൊരു 29കാരിയുടെ മോചനം ഇന്ന് നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ യഹൂദ് എന്ന ഈ 29കാരിയെ കിബുട്സ് നീറിൽ നിന്നാണ് നേരത്തെ പലസ്തീനികൾ പിടിച്ചുകൊണ്ടുപോയത്, അല്ലെങ്കിൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ മോചനം ഇന്ന് ഉണ്ടാകുമെന്ന് ഹമാസ് പറയും എന്നായിരുന്നു ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നത്. ഏതായാലും അടുത്ത ഘട്ടത്തിൽ അത് ഉണ്ടാകണം എന്നൊരാവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇതിൽ കരാർ അനുസരിച്ച് ബന്ദികളുടെ മോചനം നടക്കുന്നത് വലിയൊരു ശുഭ സൂചന ആണ് നൽകുന്നത്. കാരണം ഘട്ടഘട്ടമായി ഈ പ്രദേശത്ത് സമാധാനം എന്ന ഒരു അജണ്ടയാണ് മുന്നിലുള്ളത്. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അവരുടെ ആക്രമണം ശക്തമാക്കുകയാണ്. അവിടെ സായുധ സംഘങ്ങൾക്ക് നേരെ ആക്രമണം തുടരും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ സമാധാനം തിരിച്ചു വരുന്നു എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഈ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വെടിനിർത്തൽ കരാർ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇസ്രായേലും പലസ്തീനും ഹമാസും തമ്മിൽ അതിൻ്റെ പൂർത്തീകരണത്തിനായി, സമാധാനപൂർണ്ണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി ബന്ദികളെ പരസ്പരം മോചിപ്പിക്കുന്ന സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കൊണ്ടോട്ടി EMEA കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ മുഖങ്ങളിൽ മനോഹരങ്ങളാക്കി ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ തെളിയുന്നത് സഹജീവി സ്നേഹത്തിൻ്റെ വർണ്ണങ്ങളാണ്. ചിത്രങ്ങൾ വരച്ച് സ്വരൂപിക്കുന്ന പണം വയനാട് അതിജീവനത്തിനു വേണ്ടിയാണ് ഇവർ മാറ്റിവെക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ കലാമേളയായ കലാമയിലെത്തുന്ന സഹപാഠികളുടെ മുഖത്തും കൈകളിലുമെല്ലാം കുഞ്ഞു കുഞ്ഞു വർണ്ണചിത്രങ്ങൾ വരച്ച് വയനാടിന്റെ അതിജീവനത്തിൽ പങ്കാളികളാവുകയാണ് കൊണ്ടോട്ടി EMEA കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ. ഫേസ് പെയിന്റ് ഉപയോഗിച്ച് കണ്ണിനു ചുറ്റും മുഖത്തും കൈകളിലുമെല്ലാം കുഞ്ഞു ശലഭങ്ങളും മയിൽപ്പീലികളും കിളികളും വിദ്യാർത്ഥികൾ വരച്ചു നൽകുന്നു. കാരുണ്യത്തിന്റെ വർണ്ണചിത്രങ്ങളിൽ പങ്കാളികളാവാൻ വിവിധ കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും ഇതിനായി തിരക്കുകൂട്ടി. EMEA സ്കൂളിൽ സീസൺ നടക്കുന്ന ഇടയിൽ ഞാൻ അങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ NSSന്റെ വോളണ്ടിയേഴ്സ് ഫേസ് പെയിന്റിങ് നടത്തുന്നു. അപ്പം ഞാൻ അപ്പോൾ ഈ ക്യാഷ് എന്തിനാ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഒരു ചാരിറ്റിക്കാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈസ വെച്ചൊരു വീട് നിർമ്മിക്കാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവർ ഈ പെയിന്റിലൂടെ ഇത് ചാരിറ്റി ചെയ്യാനപ്പോൾ ഒന്നും കൂടി ഇത് നല്ല ഭംഗിയുള്ള പെയിന്റിങ്സുകൾ ചെയ്തു തന്നു. അടിപൊളിയായി ചെയ്തു. 20 മുതൽ 50 രൂപ വരെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഈടാക്കുന്നത്. കലോത്സവം അവസാന ദിനത്തിലേക്ക് എത്തുമ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. വിവിധ ചാലഞ്ചുകളിലൂടെ സ്വരൂപിക്കുന്ന പണത്തിനൊപ്പം ഇതിൽ നിന്നും ലഭിക്കുന്ന പൈസ കൂടി വയനാട്ടിൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഫാത്തിമ നജ, വിസ്മയ, ഫിദ ഷെറിൻ, ദിന, നിഹാദ് എന്നിവരാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കോളേജിലെ NSS കോർഡിനേറ്റർമാരായ മുബഷീർ, ജാസിം എന്നീ അധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി വിദ്യാർത്ഥികൾക്ക് കൂടെയുണ്ട്. ന്യൂസ് 18 മലപ്പുറം. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ 27 വരെ പ്രതിനിധി സമ്മേളനം നടക്കും. ഇന്ന് രാവിലെ 10:00 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, മുഖ്യമന്ത്രിയുടെ ഒക്കെ സാന്നിധ്യമുണ്ട് വൈകുന്നേരം അവിടെ എന്നാണ് മനസ്സിലാകുന്നത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 371 ഏരിയ കമ്മിറ്റി അംഗങ്ങളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന്
417 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും കൂത്താട്ടുകുളം ഒരു പ്രധാന ചർച്ചയാകും ജില്ലാ സമ്മേളനത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളത്തെ, അതായത് ജില്ലയിലെ CPM-നെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന, സംസ്ഥാനത്ത് തന്നെ ഏറെയും ചർച്ചയെടുത്തിട്ടുള്ള കൂത്താട്ടുകുളം തന്നെ ആയിരിക്കും ജില്ലാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള പാളിച്ചകൾ, അതിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും പരാജയ കാരണങ്ങളൊക്കെ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 27 ജില്ലാ സമ്മേളനം അവസാനിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും 27 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ടൗൺ ഹാളിൽ 10 മണിക്കാണ് 10:30യോടെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ചിട്ട് ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടക്കുന്ന CPM-നെതിരെ നടക്കുന്ന പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധിയിൽ CPM-നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ CPM-ന്റെ ജില്ലാ സമ്മേളനം എറണാകുളത്തെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അങ്ങേയറ്റം നിർണായകമാണ്. CPM-ന്റെ എറണാകുളം സമ്മേളനത്തിൽ തുടക്കമാവുകയാണ്. നമുക്കറിയാം, വിവിധ ജില്ലകളിലായി സമ്മേളനങ്ങൾ പുരോഗമിച്ചപ്പോഴൊക്കെ പലവിധ ചർച്ചകൾ കടന്നു വന്നിരുന്നു. എറണാകുളമൊക്കെ വിഭാഗീയത ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ജില്ല കൂടിയാണ്. അവിടെ സമ്മേളനത്തിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നു. വനം വകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പന്റെ ഭാര്യ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത്. ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ അമ്മായിയാണ് മരിച്ച രാധ. പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോൾ ആയിരുന്നു കടുവ ആക്രമിച്ചത്. നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. കേന്ദ്ര ചട്ടപ്രകാരം രൂപീകരിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വെടിവെച്ചു കൊല്ലാൻ ആണ് അനുമതി. കടുവയ്ക്ക് വേണ്ടി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സ്ഥലത്ത് RRT സംഘം കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുന്നുണ്ട്. പഞ്ചാരക്കൊല്ലി മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വയനാട്ടിലേക്ക് എത്തും. കടുവയുടെ ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മന്ത്രി OR കേളുവിനെ പ്രദേശവാസികൾ തടഞ്ഞുവെച്ചു. മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കാതെയായിരുന്നു പ്രതിഷേധം. കടുവയെ വെടിവെക്കാമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കടുവ കൊന്ന രാധയുടെ വീട്ടിലെത്തിയ കളക്ടറെയും നാട്ടുകാർ തടഞ്ഞു. രാവിലെ സംഭവം നടന്നിട്ട് വൈകിട്ടാണ് എത്തിയത് എന്നായിരുന്നു ആക്ഷേപം. മന്ത്രി OR കേളു ഇടപെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി. മന്ത്രിയും കളക്ടറും രാധയുടെ വീട്ടിലെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തരമായി കൈമാറി. വയനാട് കൽപ്പറ്റ എടപ്പെട്ടിയിൽ കാട്ടുപോത്ത് ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയായിരുന്നു കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തിയത്. കാട്ടുപോത്ത് പിന്നീട് തിരികെ കയറി. മലപ്പുറം ഊർങ്ങാട്ടീരിയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തുരത്തിയ കൊമ്പൻ തിരിച്ചു വരാതിരിക്കാൻ നടപടി ശക്തമാക്കിയ വനംവകുപ്പ് വനാതിർത്തിയിൽ വാച്ചർമാരെ നിയോഗിച്ചു. ആന കാടിറങ്ങാതിരിക്കാൻ പ്രദേശത്ത് കുങ്കിയാനകളുടെ നിരീക്ഷണവും ഏർപ്പെടുത്തി. അതിരപ്പള്ളിയിൽ പത്തനംതിട്ടയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി. കളഞ്ഞൂർ 1-ാം കുറ്റിയിലാണ് സംഭവം. കഞ്ചോട് മനുവാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് ശിവപ്രസാദിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശശിനാരായണൻ അല്പസമയത്തിനകം ചേരും. പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ടയിലെ കളഞ്ഞൂർ 1-ാം കുറ്റിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മദ്യപാനത്തിനിടയിലാണ് തർക്കമുണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ മറ്റോ ഉണ്ടെന്നുള്ളത് അതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടി വരും. പോലീസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശിവനാരായണൻ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് ശിവനാരായണൻ? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഒരാൾ കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ളത്. സംഭവം പത്തനംതിട്ട കളഞ്ഞൂർ 1-ാം കുറ്റിയിലാണ്
ഇത്തരത്തിൽ ഒരു മദ്യപാനത്തിന്റെ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. അത് കഞ്ചക്കോട് സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഈ മനു ഇന്നലെ രാത്രി സുഹൃത്തായ ശിവപ്രസാദിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി എത്തുകയും അവിടെ വെച്ച് ഇവർ തമ്മിൽ ചില വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. മദ്യപിച്ചതിന് ശേഷം ചില വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് മനു കൊല്ലപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ മനു ഈ ശിവപ്രസാദ് വീട്ടിൽ വെച്ച് മരണപ്പെടുന്ന സമയത്ത് തന്നെ രാത്രി തന്നെ ശിവപ്രസാദ് തൊട്ടടുത്ത പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ പോയി ഈ വിവരങ്ങൾ പറയുന്നു. വീട്ടിൽ ഇങ്ങനെ മനു വന്നിട്ടുണ്ട്, ചില തർക്കങ്ങളുണ്ടായി, എന്തായാലും ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായി, അദ്ദേഹം ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നുവെന്ന് പഞ്ചായത്ത് മെമ്പറെ ധരിപ്പിച്ചു. തുടർന്ന് ഇവര് പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനത്തിൽ മനുവിനെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ആ മരണം സ്ഥിരീകരിച്ച സമയം തന്നെ മനുവിന്റെ സുഹൃത്തായ ശിവപ്രസാദ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് ശിവപ്രസാദിനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ശിവപ്രസാദിന്റെ വീട്ടിലുള്ള സ്ഥലത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് പണിയുന്നതിന് വേണ്ടി അവിടെ സ്ഥലം നിരപ്പാക്കാൻ ഹിറ്റാച്ചിയുമായിട്ടാണ് മനു ഇന്നലെ രാത്രിയിൽ എത്തിയത്. ആ പണികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവർ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചത്. മദ്യപിച്ചതിന് ശേഷം ചില തർക്കങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. അത് അടിപിടിയിൽ കലാശിക്കുകയും തുടർന്നാണ് ഇത്തരത്തിൽ മനു കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. രണ്ടുപേരും സുഹൃത്തുക്കൾ ഒന്നിച്ച് പഠിച്ചവരുമാണ്. ഈ ശിവപ്രസാദിന്റെ വീട്ടിൽ മറ്റ് അമ്മയോ സഹോദരങ്ങളോ ആരും ഉണ്ടായിരുന്നത്. അവര് വിദേശത്താണ്. ശിവപ്രസാദ് തനിച്ചാണ് താമസിക്കുന്നത്. ആ വീട്ടിലാണ് മനു വന്നത്. എന്തായാലും അങ്ങനെ ഒരു തർക്കത്തിനിടയിലാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ശിവപ്രസാദിനെ അന്വേഷിച്ച് പോലീസ് ശിവപ്രസാദിനെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചയോടുകൂടിയാണ് പോലീസ് ഇക്കാര്യം വിവരം അറിയുന്നത്. ശിവപ്രസ്ഥാനത്ത് ഈ വീട്ടിലെ ഉടമസ്ഥനായ ശിവപ്രസാദിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. കലഞ്ഞൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകണം. ഇടുക്കിയിൽ കാർഷിക വിളകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായി പരാതി. മുരിക്കാശ്ശേരി സ്വദേശി തോമസ് ജോർജിന്റെ കൃഷിയിടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. മുരിക്കാശ്ശേരി വെള്ളൂക്കുന്നേൽ തോമസ് ജോർജിന്റെ കൃഷിയിടത്തിലാണ് അക്രമം. 4 വർഷം പ്രായമായ 54 തെങ്ങിൻ തൈകളും 37 കുരുമുളക് ചെടികളും 6 ജാതിച്ചെടികളുമാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. നാഗാലാൻഡിലേക്ക് യാത്ര പോയിരുന്ന തോമസ് ജോർജ് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് ഇവ നശിപ്പിച്ചതായി കണ്ടെത്തിയത്. 4 വർഷമായിട്ട് ഞാൻ പോറ്റി കൊണ്ടുവന്നതിനകത്ത് ഈ 5-ാം തീയതിക്കും ഈ 25-ാം തീയതിക്കുള്ളിലാണ് ഇവർ ശല്യം ചെയ്തിട്ടുള്ളത്. ആ വ്യക്തിയെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത്തവണ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നതും കൃത്യം പേര് വെച്ച് തന്നെയാണ്. DXT ഇനത്തിൽപ്പെട്ട 68 തെങ്ങിൻ തൈകളാണ് തോമസ് നട്ടുവളർത്തിയത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ തൈകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. പുതിയ തൈകൾ വെച്ച് പരിപാലിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂരിലെ എക്സൈസ് സമുച്ചയ നിർമ്മാണത്തിന് ടെൻഡർ നടപടിയായി. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച് 4 വർഷം പിന്നിടുമ്പോഴാണ് പദ്ധതിക്കായി നടപടി സ്വീകരിക്കുന്നത്. 1 വർഷം മുൻപ് മണ്ണ് പരിശോധന നടത്തിയതൊഴിച്ചാൽ കാര്യമായ പ്രവർത്തനം നടന്നിരുന്നില്ല. ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന് എതിർഭാഗത്തായി നിലവിലെ കാലപ്പഴക്കം ചെന്ന സർക്കിൾ ഓഫീസ് പൊളിച്ചു നീക്കിയാണ് പുതിയ സമുച്ചയം നിർമ്മിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് പദ്ധതി അനിശ്ചിതമായി നീണ്ടത്. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ പ്രത്യേകിച്ചും അതിർത്തി പങ്കിടുന്ന പട്ടണമായ പുനലൂരിൽ എക്സൈസ് കോംപ്ലക്സ് എന്നത് ദീർഘകാലമായി നമ്മുടെ പുനലൂരിന്റെ ഒരു ആവശ്യമായിരുന്നു. ഒട്ടേറെ ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. നഗരസഭ ആ കോംപ്ലക്സ് നിൽക്കുന്ന കണ്ണായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും നഗരസഭ വേറെ സ്ഥലത്ത് എക്സൈസ് കോംപ്ലക്സ് പണിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. ഇപ്പോ ഏതാണ്ട് 3.5 കോടി രൂപ ചെലവഴിച്ച് സമഗ്രമായ ഒരു എക്സൈസ് കോംപ്ലക്സ് പുനലൂരിൽ വരികയാണ്. സർക്കിൾ ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫീസ്, ക്വാർട്ടേഴ്സുകൾ, ലഹരി വിമുക്ത പദ്ധതിയുടെ ഓഫീസ്, തൊണ്ടിമുറി എന്നിവയടക്കം പുതിയ കെട്ടിടത്തിലൊരുക്കും. 3 കോടിയോളം രൂപയാണ് ചിലവ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ആർക്കിടെക്ചർ വിഭാഗമാണ് രൂപരേഖ തയ്യാറാക്കിയത്. നിലവിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലാണ്. ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ടാർപോളിൻ വിരിച്ചാണ് ചോർച്ചയിൽ നിന്നിപ്പോൾ കെട്ടിടം സംരക്ഷിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ. കോതമംഗലം വെണ്ടുവഴിയിൽ ആഘോഷമായി കൊയ്ത്തുത്സവം. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. 3 മാസം മുൻപാണ് കൃഷി ഇറക്കിയത്. കർഷകനായ വെണ്ടുവഴി സ്വദേശി ഷിബുവിന്റെ പാടത്താണ് വിത്ത് വിതച്ചത്. വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയായിരുന്നു കൃഷി. ഞാറുനടിയിൽ മുതൽ കൊയ്ത്തുത്സവം വരെ ഇവർ ആഘോഷമാക്കി.
3 മാസം മുമ്പ് ഞങ്ങളിവിടെ ഇത് നടാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഞങ്ങളെ വിളിച്ചത് കൊയ്യാനും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കൃഷിയെപ്പറ്റി പഠിച്ചു. വിദ്യാർത്ഥികൾക്ക് കൃഷിയെ അടുത്തറിയാൻ സാധിച്ചതായി അധ്യാപിക. മുഖ്യ ആഹാരമായ അരി നെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് കുട്ടികൾക്ക് അറിവില്ലായിരുന്നു. അതിനാൽ 3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ പാടത്ത് വന്ന് ഞാറ് നടുകയും ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിചരിക്കുകയും ഇന്നിപ്പോൾ കൊയ്യുകയും ചെയ്തു. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് പലരും കറ്റ കാണുന്നത് തന്നെ. ഇതിനവസരം തന്ന മാലിയിൽ കുടുംബാംഗത്തോട് ഉള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. കൃഷിയും കൃഷിരീതികളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടുള്ള കൊയ്ത്തുത്സവം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ന്യൂസ് 18 കോതമംഗലം. കൊല്ലം കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയതായി പരാതി. വെള്ളിമൺ കുളമട സ്വദേശി സുകേഷിനി അമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് രക്തസമ്മർദ്ദത്തിന് ചികിത്സ തേടി 75 വയസ്സുകാരി സുകേശിനി അമ്മ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ഇതിനുള്ള മരുന്നിനു പകരം മാനസിക രോഗത്തിന് നൽകുന്ന മരുന്ന് മാറി നൽകിയെന്നാണ് പരാതി. ഈ സമയം ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലെന്നും മറ്റൊരു ജീവനക്കാരനാണ് മരുന്ന് നൽകിയതെന്നും ഇവർ പറയുന്നു. മാറി നൽകിയ മരുന്ന് കഴിച്ച് ഇവർ ബോധരഹിതയായി. തുടർന്നുള്ള പരിശോധനയിലാണ് മരുന്ന് മാറി നൽകിയതായി തിരിച്ചറിയുന്നത്. തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു, പിന്നെ രാത്രി ഒന്ന് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച നാളിൽ വീഴുന്നതാണ്. എനിക്ക് ആദ്യം കഴിച്ചെന്നുണ്ട് ഇടക്കേടുണ്ടായിരുന്നു. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ വയ്യായിരുന്നു, കുറേ ഇരുട്ടി വന്നിട്ട്. പിന്നെ എനിക്കിങ്ങനെ ആയത്. പിന്നെ ഞാനീ ഗുളികയുടെയാണെന്നുള്ള അറിഞ്ഞുകൂടാല്ലേ, അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണൂടെ കഴിച്ചു. നമ്മൾ കഴിക്കുന്ന രീതിയിൽ ഞാൻ പ്രഷറിൻ്റെ ആഞ്ചലും എടുത്ത് കഴിക്കുന്നു. ഒന്നീ കവറിൻ്റെ പുറത്തവർ എഴുതി തരുമായിരുന്നു, മറ്റവർ ഇരിക്കുന്നവർ. ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നു അന്ന്. എടുത്ത് ചോദിച്ചു കൊളസ്ട്രോളിൻ്റെ ഇല്ലയോ, അന്നേരം കൊളസ്ട്രോളിൻ്റെ ഇല്ല, ഈ കാണുന്ന ഇത്രയും വേറെ വിളിക്കാൻ. അതെനിക്ക് ഇതിന് മുമ്പ് പനിയായിട്ടൊക്കെ ചെന്നപ്പം എഴുതി തന്നതിൻ്റെ ഒക്കെയാണ്. അതെനിക്കറിയാമല്ലോ, എഴുതി തന്നെ അന്നത്തെ അത് നോക്കി അവരടിച്ചത്. അതിൽ ഇതൊന്നുമില്ല, ഇത് മാറിയത് എടുത്ത് തന്നു. സംഭവത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. വെള്ളിയാഴ്ച മരുന്ന് വാങ്ങിയെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് ആ പഴയ മരുന്ന് തീർന്നത്. അങ്ങനെ ഇത് കഴിച്ചൊരു ദിവസം കൊണ്ട് തുടങ്ങി. ഒരു ദിവസം രാത്രി കഴിച്ചപ്പോൾ ചെറിയ അസ്വസ്ഥയുണ്ടായി. അത് ചിലപ്പോൾ അല്ലാതെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു പിറ്റേ ദിവസം ഒരു ഗുളികയോടെ കഴിച്ചു. ഈ കഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ രോഗിയുടെ അമ്മ, ഈ രോഗിയുടെ മകള് ഫോണിൽ വിളിക്കുന്ന സമയത്ത് ശരീരത്തിന് നല്ല അസ്വസ്ഥയുണ്ടെന്ന് പറയുകയും ആ ഫോൺ ഇടയ്ക്കും കട്ടാവുകയും ചെയ്തു. അമ്മ ബോധം കെട്ട് മറിഞ്ഞ് വീട്ടിൽ വീഴുകയാണ്. സംഭവത്തിലെ വീഴ്ച അന്വേഷിക്കുമെന്ന് മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 കൊല്ലം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 മത്സരം ഇന്ന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ മത്സരത്തിലെ ടീമിൽ ഒരു മാറ്റമുണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമി ടീമിൽ തിരിച്ചെത്തും. കഴിഞ്ഞ കളിയിൽ വിക്കറ്റൊന്നും ലഭിക്കാത്ത രവി ബിഷ്ണോയിക്ക് പകരമാകും ഷമി എത്തുക. ഈ മത്സരവും ജയിച്ച് 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 മുന്നിലെത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നമുക്കിനി നമ്മുടെ പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകണം. പ്രേക്ഷകരുടെ സ്പെഷ്യൽ ഡേ, അതിൽ പലരും ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് പോകാം. കണ്ണൂർ ബക്കളം സ്വദേശികളായ അർപ്പിത മധുവിൻ്റെയും മകൾ പ്രജീനയുടെയും 2 പേരുടെയും പിറന്നാളാണ് ഇന്ന്. ഇരുവരും ജോധ്പൂരിലാണ് അവരുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അർപ്പിതയ്ക്കും പ്രജീനയ്ക്കും പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീനഗറിൽ നിന്ന് മധു, കണ്ണൂരിൽ നിന്ന് വേണുഗോപാലൻ, ലീല, കുഞ്ഞമ്പു, രാധ, ലിജിന, നിതേഷ്, മിഴി, ഇദാന്ത് എന്നിവർ ആശംസ അറിയിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അർപ്പിതയ്ക്കും പ്രജീനയ്ക്കും പിറന്നാൾ ആശംസകൾ. 4ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് സരീഷും അനോജയും. 2 പേർക്കും, സരീഷിനും അനോജയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. പിറന്നാൾ ആഘോഷിക്കുന്ന ജിസ ലോട്ടസിന് എല്ലാ ആശംസകളും നേരുകയാണ്. സുന്ദരിക്കുട്ടിക്ക് നല്ല ഒരു ദിവസം, നല്ല ഒരു വർഷം ആശംസിക്കുന്നു. വിഷ്ണുരാജും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ്. വിഷ്ണുരാജിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു പിറന്നാളുണ്ടെന്ന് ന്യൂസ് 8ന്റെ പാലക്കാട് ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റ് പ്രജിത്ത് കോങ്ങാടിന്റെയും
യോഗ ട്രെയിനർ ലിജിയുടെയും മകൻ KP അനശ്വരന്റെ പിറന്നാളാണ് ഇന്ന്. കൊച്ചുമിടുക്കന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ News 18 സ്ക്രീനിൽ നിങ്ങൾക്ക് എത്താം. അതിനായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് നമ്പർ 9346975748 ആണ്. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, അതിനുശേഷം പേര്, ഫോൺ നമ്പർ വെക്കുക, എന്താണ് നിങ്ങളുടെ വിശേഷ ദിവസം എന്നത് സൂചിപ്പിക്കുക. News 18 നിങ്ങൾക്ക് അത് ആഘോഷിക്കാം. നമുക്കിനി ഇന്ന് സംഭവിക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഇത് സംഭവിക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി സൈനിക പോലീസ് മെഡലുകൾ ഇന്ന് പ്രഖ്യാപിക്കും. പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആഘോഷങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് രാജ്യം. പഞ്ചാരക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം ഇന്നാണ്. നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാണ്. വനത്തിനുള്ളിൽ RRT സംഘം രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങും. തെരച്ചിലിനായി കുങ്കി ആനകളെയും ഇന്ന് എത്തിക്കും. മാനന്തവാടി നഗരസഭയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താലും ആരംഭിച്ചിട്ടുണ്ട്. നേമം സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് നിക്ഷേപ കൂട്ടായ്മയുടെ പട്ടിണിക്കഞ്ഞി സമരമുണ്ട്. കഴിഞ്ഞ 7 മാസമായി പണം തിരികെ നൽകാത്തതിലാണ് ഇവരുടെ പ്രതിഷേധം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ നടപടി വൈകുന്നതിലാണ് പ്രതിഷേധം. KPCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായി കണ്ണൂരിൽ ഇന്ന് നിർണായകമായ ഒരു കൂടിക്കാഴ്ചയുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. VD സതീശൻ നയിക്കുന്ന UDF മലയോര സമരയാത്രയ്ക്ക് ഇന്ന് തുടക്കമുണ്ട്. ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നിന്ന് തുടങ്ങി ഫെബ്രുവരി 5-ന് തിരുവനന്തപുരം അമ്പൂരിയിലാണ് ഈ യാത്ര സമാപിക്കുക. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ 27 വരെ പ്രതിനിധി സമ്മേളനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 10:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 417 പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുക. ഹമാസ് ബന്ദികളാക്കിയ 4 വനിതാ സൈനികരെ ഇന്ന് മോചിപ്പിക്കും. ഇസ്രായേൽ 200ഓളം പലസ്തീൻ തടവുകാരെയും ഇന്ന് മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതനുസരിച്ച് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 120 തടവുകാരെയും മറ്റ് 80 തടവുകാരെയും മോചിപ്പിക്കുമെന്നാണ് കരുതുന്നത്. YSR കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് V. വിജയസായി റെഡ്ഡി ഇന്ന് രാജ്യസഭാ അംഗത്വം രാജിവെക്കും. രാജിവെക്കാൻ ആരിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നില്ലെന്നും ആരും തന്നെ സ്വാധീനിച്ചിട്ടില്ലെന്നും വിജയസായി എക്സിൽ പങ്കുവച്ചു. YSR കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2 തവണ വിജയസായി രാജ്യസഭയിലെത്തിയിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 3ാമത്തെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുകയാണ്. സൗജന്യ യാത്ര, കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമടക്കം പത്രികയിൽ വാഗ്ദാനമുണ്ടാകുമെന്ന സൂചന. അമിത്ഷായുടെ റാലി ഇന്ന് വൈകിട്ട് ഉണ്ടാകും. തൈക്കാട് ഗസ്റ്റ് ഹൌസ് മുതൽ വനവകുപ്പ് ആസ്ഥാനം വരെയുള്ള റോഡിൽ ഇന്ന് ഭാഗികമായി ഗതാഗത നിയന്ത്രണമുണ്ടാകും. വനവകുപ്പ് ആസ്ഥാനം മുതൽ തൈക്കാട് ഗസ്റ്റ് ഹൌസ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഇന്ന് പാർക്കിംഗ് അനുവദിക്കില്ല. ടാറിംഗ് നടക്കുന്ന ട്രാക്കിന് എതിർവശത്ത് കൂടി ഇരുവശങ്ങളിലുമുള്ള വാഹനങ്ങൾ കടത്തിവിടും. നിയന്ത്രണം രാവിലെ 6 മണി മുതൽ ഉണ്ടാവും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 മത്സരം ഇന്നാണ്. ചെന്നൈ AA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ആദ്യ മത്സരത്തിലെ ടീമിൽ ഒരു മാറ്റമുണ്ടാകും ഇന്ത്യക്ക്. കാരണം മുഹമ്മദ് ഷമി ടീമിൽ തിരിച്ചെത്തും. ഈ മത്സരം ജയിച്ച് 5 മത്സരങ്ങളുടെ പരമ്പര 2-0 മുന്നിലെത്തിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം.
ISL നിന്ന് FC ഗോവ ചെന്നൈയിൻ FCയെ നേരിടും. മത്സരം ഇന്ന് വൈകിട്ട് 7:30-ക്കാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായി ഗോവ ലീഗിൽ 2ാം സ്ഥാനത്തുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളും ആഴ്സണലും ഇന്ന് കളത്തിലിറങ്ങും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ലിവർപൂളിന്റെ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനത്താണ് ലിവർപൂളും ആഴ്സണലും. ഇനി ജാഗ്രത കാണാം. വയനാട് പഞ്ചാരക്കുലിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതേസമയം കടുവ RRT സ്ഥാപിച്ച കൂടിന് സമീപത്തുണ്ട് എന്ന സ്ഥിരീകരണം കൂടി ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം ഉണ്ടായത്. കുങ്കി ആനകളെ വൈകാതെ ഇവിടെ എത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മുളങ്കാടുകളാണ് ഇവിടെ വലിയ മുളങ്കാടുകളാണ്, അത് വെല്ലുവിളിയാകുന്നുണ്ട്. ഈ കുങ്കി ആനകളെ ഉപയോഗിച്ചുള്ള തിരച്ചിലിനൊക്കെ ഇത് വലിയ വെല്ലുവിളിയാണ്. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്രിയും സംഘവും മാനന്തവാടിയിലുണ്ട്. മാനന്തവാടി നഗരസഭയുടെ പരിധിയിൽ UDFും SDPIയുടെയും ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒപ്പം 38 ക്യാമറകൾ അവിടെ സ്ഥാപിച്ചുള്ള നിരീക്ഷണമാണ്. 6 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി ഇന്ന് സ്ഥാപിക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഇതിപ്പോൾ കടുവ അവിടെ ഉണ്ട്. നമ്മൾ രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ആശ്വാസകരമായ വിവരം കടുവ ഈ കൂടിന് സമീപത്തുണ്ട് എന്ന് തന്നെയാണ്. ഈ കൂട്ടിലാക്കുക എന്നതിന് തന്നെയാണോ ഇപ്പോൾ പ്രാഥമികമായ പരിഗണന? തീർച്ചയായും ഇപ്പോൾ വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂട്ടിലാക്കുക എന്നതിന് തന്നെയാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. കാരണം ഈ കടുവയെ കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെങ്കിൽ വെടിവെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. ഈ കൂട്ടിലാക്കിയ ശേഷം മൃഗപരിപാലന കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്കോ തുറന്നു വിടുക ആവും ചെയ്യുക എന്ന് അധികൃതർ വ്യക്തമാകുന്നു. പക്ഷേ കൂട്ടിൽ കയറാത്ത ഒരു സാഹചര്യം വന്ന് ജനവാസ മേഖലകളിലേക്ക് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയും ചെയ്യും. എന്തായാലും നിലവിലെ അവസ്ഥയിൽ കൂട്ടിൽ കയറുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. നേരത്തെ പുൽപ്പള്ളി അമരക്കുനി മേഖലയിൽ വന്ന കടുവയും ഇതേ രീതിയിൽ തന്നെ വനംവകുപ്പിന് പ്രതീക്ഷയുണ്ടായിരുന്നു. 1-2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയുമ്പോൾ കൂട്ടിൽ കയറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി. മറുവശത്ത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയാക്കിയ ശേഷം രാധയുടെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ബന്ധുക്കളൊക്കെ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് വലിയ പോലീസ് സന്നാഹങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ മൃതശരീരം കൈമാറും എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇവിടെ നിന്നും പിന്നീട് പ്രിയദർശിനി എസ്റ്റേറ്റിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഇടത്ത് മൃതശരീരം സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറുവശത്താണ്, ഒരു വശത്ത് ഈ മൃതശരീരം കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുവശത്താണ് ഈ കടുവയെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ RRT സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ കൂട് സ്ഥാപിച്ചതിന് സമീപം തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ കടുവ രാധയെ പിടികൂടി ആക്രമിച്ചു കൊന്നത്. അതിനുശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി ആ സ്ഥലത്തെത്തിയ നാട്ടുകാരായ ആളുകൾ കടുവയെ നേരിട്ട് കാണുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആ മേഖലയിൽ തന്നെ കടുവ കാണും എന്നൊരു നിഗമനമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. സാധാരണഗതിയിൽ ഒരു ഇരയെ പിടിച്ച ശേഷം അവിടേക്ക് തന്നെ വീണ്ടും കടുവ മടങ്ങിയെത്തുകയാണ് പതിവ്. ആ പതിവിൽ തന്നെ അവിടേക്ക് കടുവ വീണ്ടും എത്തിയിരിക്കുന്നു എന്നാണ് വനപാലകർ പറയുന്നത്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കടുവയെ കൂട്ടിലാക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുക എന്ന് വനംവകുപ്പ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ളത്. കൂട്ടിൽ കയറാൻ പര്യാപ്തമായ രീതിയിലേക്ക് കടുവ മാറുകയാണെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ടതില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. ഒപ്പം കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ തിരച്ചിൽ കുങ്കിയാനകളെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കുങ്കിയാനകൾ എത്രമാത്രം ഈ മേഖലയിൽ ഫലപ്രദമാകും എന്ന കാര്യത്തിൽ വനംവകുപ്പിന് തന്നെ സംശയമുണ്ട്. കാരണം ഒരു ഭൂപ്രകൃതി അതിന് അനുയോജ്യമല്ല. സാധാരണ ഗതിയിൽ ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങുമ്പോൾ അത്തരം ഇടങ്ങളിൽ കുങ്കിയാനകൾക്ക് നിർബാധം സഞ്ചരിക്കാൻ കഴിയുകയും ഈ ആനയോ കടുവയൊക്കെ തുരത്തി ഓടിക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷേ അത്തരമൊരു ഭൂപ്രകൃതി അല്ല ഇവിടെ ഉള്ളത്. മുളങ്കാടുകളാണ് ഈ സ്ഥലത്തിന് ഏറിയ പങ്കും. ഈ ജനവാസ കേന്ദ്രമായ കാപ്പിത്തോട്ടം നിൽക്കുന്ന സ്ഥലവും
മരവും അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ശൂന്യമായ ഇടവുമുണ്ട്. അതിനപ്പുറത്തേക്ക് നിബിഡമായ വനമാണുള്ളത്. അതുകൊണ്ട് ആ വനത്തിൽ കയറി കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ എത്രമാത്രം ഫലപ്രദമാണ് എന്ന കാര്യത്തിൽ അതാണ് സാഹചര്യം. ഏതായാലും കൂട്ടിന് സമീപത്ത് കടുവയുണ്ട് എന്നുള്ളത് ഒരുപാട് ആശ്വാസകരമായ ഒരു കാര്യമാണ്. വനംവകുപ്പിന്റെ വലിയ ശ്രമങ്ങൾ ഈ കടുവയെ കൂട്ടിൽ കയറ്റാൻ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. അവിടെ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി എന്ന വാർത്ത രാവിലെ പുറത്തു വന്നിരുന്നു. കലഞ്ഞൂർ ഒന്നാംകുറ്റിയിലാണ് ഈ സംഭവം ഉണ്ടായത്. കഞ്ചോട് മനുവാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് ശിവപ്രസാദിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നു. എന്താണ് സംഭവിച്ചത് ശശി? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളാണ് ഈ കൊല്ലപ്പെട്ട മനുവും ഒപ്പം ശിവപ്രസാദും. ശിവപ്രസാദിന്റെ വീട്ടില് മനു ഇന്നലെ രാത്രി വന്നിരുന്നു. അത് പ്രധാനമായും ശിവപ്രസാദിന് വർക്ക്ഷോപ്പ് വീട്ടിൽ സ്വയം വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടി സ്ഥലം നിരപ്പാക്കുന്നതിന് ഹിറ്റാച്ചിയുമായിട്ടാണ് മനു ഇന്നലെ വീട്ടിൽ വന്നത്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് പഠിച്ചവരുമാണ്. അങ്ങനെ രാത്രി വന്നതിന് ശേഷം ഇവർ ഒന്നിച്ച് മദ്യപിക്കുകയും തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ആ വാക്കുതർക്കത്തിനിടയിൽ ചില അടിപിടികൾ ഉണ്ടാവുകയും ആ അടിപിടിയിലാണ് ഈ മനു കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. രാത്രി തന്നെ ഈ വിവരം ശിവപ്രസാദ് മനു വീട്ടില് കൊല്ലപ്പെട്ട വിവരം ശിവപ്രസാദ് തൊട്ടടുത്ത് താമസിക്കുന്ന പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിക്കുകയും ആ വീട്ടിൽ നിന്നും പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തിൽ മൃതദേഹം ഈ പത്തനാപുരത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ആണ് ഔദ്യോഗികമായി മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. അപ്പോൾ തന്നെ ശിവപ്രസാദ് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് പോലീസും പഞ്ചായത്ത് മെമ്പറും അടക്കമുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും ശിവപ്രസാദിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഈ ശിവപ്രസാദിന്റെ വീട്ടിൽ മനു വരുമ്പോൾ ശിവപ്രസാദ് തനിച്ചാണ് താമസിച്ചിരുന്നത്. അവിടെ മറ്റു ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ചില പ്രശ്നങ്ങളിൽ സംസാരിക്കുകയും അത് പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാവുകയും അത് അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മനു കൊല്ലപ്പെടാൻ കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. രണ്ടുപേരും ഒന്നിച്ചു പഠിച്ചവരും സുഹൃത്തുക്കളുമാണ്. കൊല്ലപ്പെട്ട മനു ടിപ്പറിന്റെ ഡ്രൈവറാണ്. ഒപ്പം ടിപ്പറും ഹിറ്റാച്ചിയുടെ ഉടമ കൂടിയാണ് മരണമടഞ്ഞ കൊല്ലപ്പെട്ട മനു. എന്തായാലും ദേഹത്ത് മുറിവുകളുണ്ട്, തലയ്ക്കും ആഴത്തിൽ മുറിവുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. എന്തായാലും ഇംഗ്ലീഷ് നടപടികളൊക്കെ അല്പസമയത്തിനും തന്നെ പൂർത്തിയാകും. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മനുവിന്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ സുഹൃത്തായ ശിവപ്രസാദിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുദ്രാ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ. കൈമനം സ്വദേശി മഹേഷാണ് അറസ്റ്റിലായത്. 7 പേരാണ് തട്ടിപ്പിന് ഇരയായത്. കുറച്ചു ദിവസമായി മഹേഷ് പോലീസിന് നിരീക്ഷണത്തിലായിരുന്നു. കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, പലതരത്തിലുള്ള ലോൺ തട്ടിപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള ഈ മുദ്രാ ലോണിൽ പെടുത്തി എങ്ങനെയാണ് ഇയാൾ തട്ടിപ്പിന് ഇവരെയൊക്കെ ഇരയാക്കിയത്? അതെ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്ക് കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ്, ലോണ് നൽകാമെന്നുള്ള രീതിയിലുള്ള തട്ടിപ്പ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് പ്രധാനമായി ഉണ്ടാകുന്നത്. കാരണം സാധാരണക്കാർ ജീവിക്കുന്ന സ്ത്രീകളെ കേന്ദ്രീകരിച്ചൊക്കെയാണ് അവർ ഈ തട്ടിപ്പിന് ഇരയാക്കുന്നത്. ഈ ലോണ് തരപ്പെടുത്തി നൽകാം, അല്ലെങ്കിൽ വായ്പ മറ്റ് കുടുംബശ്രീ പോലുള്ള വായ്പകളിലൂടെ നമുക്ക് നൽകാമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ പലരും ഇവരെ സമീപിക്കുന്നത്. അത്തരത്തിലാണ് ഈ കൈമനം സ്വദേശിയായ മഹേഷ് പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ ഏർപ്പെടുത്തി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വരികയും പലരിൽ നിന്ന് ഒരു 1 ലക്ഷത്തോളം രൂപ, 1 ലക്ഷത്തിലധികം രൂപ പിരിച്ചെടുത്തു, അല്ലെങ്കിൽ അവരിൽ നിന്ന് സമാഹരിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. 7 പേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ മുമ്പും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ നടന്ന കേസിൽ തന്നെ മറ്റു ചിലരെ കുറിച്ചും പോലീസ് സൂചന ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഇയാളെ പരിചയപ്പെടുത്തി കൊടുത്തയാള് അല്ലെങ്കിൽ അവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാട്ടാക്കട പോലീസ് ഇയാളെ കാട്ടാക്കട കോടതിയിൽ തന്നെ ഹാജരാക്കും. രഞ്ജിത്ത്, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിഷം കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കഠിനകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. നിലവിൽ ജോൺസൺ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് വിവരം. പ്രതിയുമായി വൈകാതെ തെളിവെടുപ്പ് നടത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ?
മെച്ചപ്പെട്ടു വരികയാണ് രഞ്ജിത്ത്. ഇദ്ദേഹത്തിന്റെ ഡിസ്ചാർജിനായി പോലീസ് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഡിസ്ചാർജ് എന്നുള്ളത് സംബന്ധിച്ചൊരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഇന്ന് രാവിലെയും റൗണ്ട്സ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. 48 മണിക്കൂറത്തെ നിരീക്ഷണമാണ്, വാർഡിൽ ഉള്ള നിരീക്ഷണമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. പ്രത്യേകിച്ച് ഇയാൾ പാരസെറ്റമോൾ ഗുളികകൾക്കൊപ്പം തന്നെ എലിവിഷം കഴിച്ചതായുള്ള വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റിയാക്ഷൻ ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ വൈകിയാണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് വാർഡിലാണെങ്കിലും ഇയാളുടെ നിരീക്ഷണം തുടരാൻ വേണ്ടി ഡോക്ടർമാരുടെ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ നടത്തുന്ന പരിശോധനയോടുകൂടി മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരിക. ഇന്നലെ രാവിലെ തന്നെ, അതായത് മിനിങ്ങാതെ രാത്രി കഠിനംകുളം PA ഉൾപ്പെടെയുള്ള സംഘം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. അവർ ഈ ഒരു വിവരം അറിഞ്ഞതോടെ ഇന്നലെ രാവിലെ മടങ്ങുകയാണ് ചെയ്തത്. ഇനിയും ആശുപത്രിയിൽ നിന്ന് അത്തരമൊരു വിവരം ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഒരുപക്ഷെ ഇന്ന് രാവിലെ നടക്കുന്ന പരിശോധനകൾ ഇക്കാര്യത്തിൽ നിർണായകമാകും. നില തൃപ്തികരമാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ഉണ്ടായേക്കും, അല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഠിനകുളം കൊലപാതക കേസിലെ പ്രതിയാണ് ഇപ്പോൾ വിഷം കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളത്. ബംഗ്ലാദേശ് സ്വദേശിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ബംഗളൂരുവിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത്. സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരിയാണ് മരിച്ചത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കൽക്കര തടാകത്തിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികൾക്കായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ 6 വർഷമായി ഭർത്താവിനും 3 കുട്ടികൾക്കുമൊപ്പം ബംഗളൂരുവിൽ താമസിക്കുകയായിരുന്നു ബംഗ്ലാദേശ് യുവതി. നഗരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു ഈ 28-കാരി. ഇന്നലെ ജോലി കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയ യുവതി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. ഏറെ സമയം കഴിഞ്ഞിട്ടും യുവതിയെ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ കുടുംബം രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് രാവിലെ കൽക്കര തടാകത്തിന് സമീപത്തെ വിജനമായ സ്ഥലത്തു നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു. ബലാത്സംഗത്തിന് ശേഷം കല്ലുകൊണ്ട് പലതവണ അടിച്ച് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. ശേഷം കഴുത്ത് ചരിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക വിവരം. മൃതദേഹം കണ്ടെത്തിയ കൽക്കര തടാകത്തിന് സമീപത്തെ പ്രദേശത്ത് വർഷങ്ങളായി മാലിന്യങ്ങൾ തള്ളുന്ന ഇടമാണ്. ഇവിടെ വെച്ചാണോ യുവതി പീഡനത്തിന് ഇരയായത് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ ഡോക്ടറുടെ കുടുംബം നേരത്തെ നൽകിയ ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. കേസിൽ പ്രതി സഞ്ജയ് റോയിക്ക് മരണം വരെ തടവും 50,000 രൂപ പിഴയും കൊൽക്കത്ത കോടതി ശിക്ഷ വിധിച്ചിരുന്നു. മോഷണ ശ്രമത്തിനിടെ നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ അറസ്റ്റിലായത് യഥാർത്ഥ പ്രതിയല്ലെന്ന് പ്രതിയുടെ പിതാവ്. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് തന്റെ മകനല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കിയെന്നും പ്രതി ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് ഷരീഫുൽ ഇസ്ലാം ഷഹസാദിന്റെ പിതാവ് റോഹുൽ അമീൻ പറഞ്ഞു. അനധികൃതമായി ഇന്ത്യയിൽ എത്തിയവരായതിനാലും പാവങ്ങളായതിനാലും തങ്ങളെ കുടുക്കാൻ എളുപ്പമാണെന്നും പാവങ്ങളാണെങ്കിലും തങ്ങൾ കള്ളന്മാരല്ലെന്നും റോഹുൽ അമീൻ പറഞ്ഞു. കോഴിക്കോട് നാദാപുരം പുളിയാവിൽ അപകടകരമായി വാഹനമോടിച്ച് റീൽസ് ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. റീൽസ് ചിത്രീകരിച്ച 7 വാഹനങ്ങൾ പോലീസ് തിരിച്ചറിഞ്ഞു. 5 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊച്ചിയിൽ നിന്നും പുളിയാറിലേക്കുള്ള യാത്രക്കിടെ വിവാഹ സംഘം അപകടകരമായി റീൽസ് എടുത്തത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കേസെടുത്തത്. ഇവരുടെ ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചേക്കും. മലപ്പുറം ചങ്കരംകുളത്ത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച 17-കാരി പ്രസവിച്ചു. സംഭവത്തിൽ 21-കാരനായ യുവാവിനെ ചങ്കരംകുളം പോലീസ് പിടികൂടി. പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് പിടിയിലായ യുവാവ് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അധികം വൈകാതെ പെൺകുട്ടി പ്രസവിക്കുകയായിരുന്നു. ചങ്ങരംകുളം പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ്
പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പിടികൂടിയത്. ചങ്ങരംകുളം CI ഷൈന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠന സമയത്താണ് യുവാവ് പെൺകുട്ടിയുമായി അടുത്തതെന്നാണ് വിവരം. ഇയാൾ ഇപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. നഗരങ്ങളിൽ സ്പാകളും യൂണിസെക്സ് സലൂണുകളും വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മംഗളൂരുവിലെ ശ്രീരാമസേന പ്രവർത്തകർ സദാചാര പോലീസ് ചമഞ്ഞ് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ രംഗത്തെത്തുന്നത് പതിവാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം യൂണിസെക്സ് സലൂണിന് നേരെ ആക്രമണമുണ്ടായി. കേസിൽ മലയാളി ഉൾപ്പെടെ 14 ശ്രീരാമസേന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ വീണ്ടും സദാചാര ഗുണ്ട ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് ബജായ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കളേഴ്സ് യൂണിസെക്സ് സലൂണിന് നേരെ ശ്രീരാമസേനയുടെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 14 പേരെ അറസ്റ്റ് ചെയ്തു. സ്ഥാപന ഉടമ സുധീർ ഷെട്ടി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്ദർ റൈ, പെടമേലെ മങ്കി സ്റ്റാൻഡിലെ ശരൺ രാജ്, ബണ്ട്വാൾ സ്വദേശി ഹർഷീദ് എന്ന ഹർഷരാജ്, വാമഞ്ചൂർ മൂടഷെഡ് സ്വദേശി രവി പൂജാരി എന്ന മോഹൻദാസ്, വാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി 14 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മാധ്യമപ്രവർത്തകനായ ശരൺ രാജ് 2012 ശ്രീരാമസേനയുടെ നേതൃത്വത്തിൽ നടന്ന പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു. ഈ കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2024 ആഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു. അന്ന് പബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺ രാജായിരുന്നു. സലൂണിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. സ്ഥാപനത്തിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും സലൂണിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് 18 മംഗളൂരു. കൊച്ചിയിൽ ആഡംബര വീട്, വാഹനങ്ങളുടെ വലിയ ശേഖരം, കയ്യിൽ ആവശ്യത്തിന് പണം. മുളവുകാട് സ്റ്റേഷനിലെ CPO PP അനൂപിന്റെ ജീവിത രീതിയെക്കുറിച്ച് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. സാധാരണ ഒരു പോലീസുകാരന് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഇയാളുടെ ജീവിതം. കഴിഞ്ഞ ദിവസം കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസിന്റെ പിടിയിലായ അനൂപിനെ കുറിച്ച് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും സ്വത്ത് വിവരങ്ങളുമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന കരാറുകാരിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് മുളവുകാട് സ്റ്റേഷനിലെ PP അനൂപിനെ വിജിലൻസ് സംഘം പിടികൂടിയത്. ഇയാൾ മുൻപും സമാനമായ കേസിൽ പിടിയിലായിട്ടുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 3 സസ്പെൻഷനുകൾ കിട്ടിയ ഉദ്യോഗസ്ഥനാണ് അനൂപ്. നടപടിക്ക് ശേഷവും മുളവുകാട് പോലീസ് സ്റ്റേഷനിലെത്തിയ PP അനൂപ് വഴിവിട്ട പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ആഡംബര വാഹനങ്ങളുടെ വലിയ ശേഖരം തന്നെ അനൂപിനുണ്ട്. ഇയാളുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇത് പിന്നെ മുളവോട് ലിമിറ്റിലെ ഈ വേസ്റ്റ് മണ്ണും അതുപോലെ തന്നെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പണം ആവശ്യപ്പെടുന്ന പറഞ്ഞപ്പോൾ പരാതി നമ്മളെടുത്തെത്തി നമ്മൾ പരിശോധിക്കുക ഇയാളെക്കുറിച്ചൊരു നല്ല ഒപ്പീനിയനിലാണ്. അപ്പോൾ 10,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. 5,000 രൂപ കൊടുത്തു. 5,000 രൂപ കൊടുത്ത് പിടിച്ചു. കെട്ടിടങ്ങൾ പൊളിക്കുന്ന കരാറുകാരനോടാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പണം നൽകിയില്ലെങ്കിൽ
കെട്ടിടാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും ലോറി പിടിച്ചെടുക്കുമെന്നും അനൂപ് ഭീഷണിപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് കരാറുകാരൻ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പണം നൽകാമെന്ന് പറഞ്ഞ് കാക്കനാടേക്ക് വിളിച്ചു വരുത്തി. വാഹനത്തിൽ വെച്ച് പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യോടെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയ 5000 രൂപയും കണ്ടെടുത്തു. നേരത്തെ അനധികൃതമായി മണ്ണ് കടത്തിയതിനെ തുടർന്ന് കോൺട്രാക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അനൂപ് കോൺട്രാക്ടറുമായി നിരന്തരം ബന്ധപ്പെടുകയും പണം നൽകിയാൽ കേസുകളിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയുമായിരുന്നു. ഇയാളിൽ നിന്ന് പലതവണ അനൂപ് പണം വാങ്ങിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇനി കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി സ്നാന സായുജ്യം കാണാം.